Hi, good morning, everyone. Thank you for joining. Thank you so much. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ പറ്റുന്നവരൊക്കെ വരാം. നിർബന്ധിക്കുന്നില്ല. നമുക്ക് ഐ കോണ്ടാക്ട് കിട്ടുമ്പോൾ കുറച്ചുകൂടെ നല്ല കാര്യമില്ലേ? ഓൺലൈൻ വീഡിയോ മോഡിൽ വരാൻ പറ്റുമെങ്കിൽ ഓക്കെ. നമുക്കിന്ന് ഒരു നല്ലൊരു ടോപ്പിക്കാണ്, അതായത് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. 12 റൂൾസ് ഫോർ ലൈഫാണ്. നമ്മൾ പറയപ്പോഴും എന്താണ്, നമ്മുടെ ലൈഫാണ് അടിപൊളിയാവേണ്ടതെന്ന് പറയില്ലേ? നമുക്ക് ലൈഫിലാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലപ്പ് ചെയ്ത് ഒന്ന് മെച്ചപ്പെടുത്താനുള്ളത് എന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കും. ഇപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെങ്കിലും ലൈഫ് അടിപൊളിയാണെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സ്, നമ്മുടെ പാരൻസ്, നമ്മുടെ മക്കള്, നമ്മുടെ നൈബേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും എന്താണ്, എല്ലാരും ഒരു വൈബാണെങ്കിൽ ലൈഫ് എന്ത് രസമായിരിക്കും അല്ലേ? പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലല്ലോ നമ്മുടെ ചുറ്റുമുള്ളതോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ 12 റൂൾസ് ആണ്. ആ 12 റൂൾസും നിങ്ങൾക്ക് ചിലപ്പോൾ എന്തായിരിക്കും, ഇത് ഞാൻ കേട്ടതാണല്ലോ, ഇത് എനിക്ക് അറിയുന്നതാണല്ലോ എന്നായിരിക്കും. പക്ഷെ നമ്മള് ഇത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ലൈഫിൽ ഇപ്പൊ ഇതെങ്ങനെ ഓരോന്നും വരുമ്പോൾ നിങ്ങൾ അങ്ങനെ സ്വയം ചോദിക്കുക കേട്ടോ. നിങ്ങൾ സ്വയം ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ സെഷൻ എന്ന് വിചാരിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോ ഇത് കേട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ റിമെമ്പറിങ് കോള്, റീകോൾ എന്നൊക്കെ പറയുമല്ലോ. ഇതൊക്കെ അറിയെങ്കിലും ഞാൻ ഒന്ന് ഈ മോർണിംഗിൽ ഇതിനെ കുറിച്ചൊന്ന് അവെയർ ആയി എന്ന് പറയാൻ പറ്റുന്ന ഒരു സെഷനാണ്. സിമ്പിളാണ്. ഓക്കെ, റെഡിയാണോ? റെഡിയാണെങ്കിൽ എന്റെ മാം ഗുഡ് മോർണിംഗ്. റാഹിബ് ആൻഡ് രതി, താങ്ക് യു. രാധി മാം, രാധി എന്നല്ലേ പേര് അല്ലേ? ഗുഡ് മോർണിംഗ് മാഡം. രതി 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 രതി. ഓക്കെ ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പൊ സെറ്റ് അല്ലേ? എല്ലാരും ഹാപ്പി അല്ലേ? യെസ് മാം. സമർജാനൊക്കെ വന്നിരുന്നല്ലോ വീഡിയോയില് കഴിഞ്ഞ സെഷനിലൊക്കെ. നമുക്ക് സ്ലൈഡിലോട്ട് പോവാട്ടോ. സ്ലൈഡ് ഷെയർ ചെയ്തിട്ട് സംസാരിക്കാം. ഇപ്പൊ ജോർദാൻ, എന്റെ റൂൾസ് അല്ല കേട്ടോ. 12 റൂൾസ് എന്ന് പറയുന്നത് ജോർദാൻ പീറ്റേഴ്സിന്റെ ഒരു ബുക്ക് ഉണ്ട്, 12 റൂൾസ് ഫോർ ലൈഫ് എന്നുള്ള ഒരു ബുക്ക്. ആ ബുക്കിൽ പറഞ്ഞ 12 റൂൾസ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. സ്ലൈഡിൽ ഓരോ റൂൾസും പ്രത്യേകമായിട്ട് പറയും. സ്ലൈഡ് 1 to 1 ആയിട്ടല്ല പറയാ. അതിൽ നമുക്ക് നമ്മളുടെ കോൺഫിഡൻസും അതൊക്കെ പറയുമ്പോൾ നമ്മളുടെയാണ്. അപ്പം നമ്മൾ എന്താ ഉള്ളിൽ നിന്ന് ശരിയാവേണ്ടതാണെങ്കിൽ അത് ആദ്യം എടുത്ത് പറയും. അതായത് 1 2 3 4 എന്നുള്ള ഓർഡറിലായിരിക്കില്ല ഞാൻ പറയാ. നമ്മൾ ശരിയാക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് ആദ്യം പറയും. അത് കഴിഞ്ഞ് പുറമേ നമ്മൾ ശരിയാക്കേണ്ടതാണെങ്കിൽ അത് പറയും. അങ്ങനെ അത് ഞാൻ ഡിഫൈൻ ചെയ്ത് തരാം. ഓക്കെ, ഷെയർ ചെയ്യാം. നോട്ട്സ് ഒക്കെ എടുത്തിട്ട് പ്രിപ്പയർ ആയിക്കോളൂ. ഇതൊക്കെയാണെങ്കിൽ നല്ല കാര്യമാണ്. ഫസ്റ്റ് വൺ, ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താനുള്ള 12 നിയമങ്ങൾ എന്നാണ്. അർത്ഥം എന്നല്ല, നമ്മുടെ ലൈഫ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനും നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ചലഞ്ചസ്, നമ്മുടെ ലൈഫിൽ വരുന്ന ചലഞ്ചസ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഏറ്റെടുത്ത് അതിലൊക്കെ ഒരു പ്രത്യേക ഇത് കണ്ടെത്തി ആ ഒരു പിന്നെ എന്തിനു നേരിടുക, അതുപോലെ തന്നെ അതിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ ബുക്കിന്റെ പേര് 12 റൂൾസ് ഫോർ ലൈഫ് എന്നാണ്. അതുപോലെ ഓതറിന്റെ പേര് ജോർദാൻ പീറ്റേഴ്സ്. ജോർദാൻ പീറ്റേഴ്സിന്റെയാണ് ഈ ബുക്ക് ഉള്ളത്. ഓക്കെ, നമ്മളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഹാപ്പി മാത്രമായിരിക്കുമോ? നമ്മൾ ആഗ്രഹിക്കുന്നത് ഹാപ്പിയാണ്, പക്ഷെ നമുക്ക് ഹാപ്പിനെസ് മാത്രമായിരിക്കില്ല. നമ്മുടെ ലൈഫിൽ എന്തായിരിക്കും? നമ്മുടെ ലൈഫിൽ എല്ലാം ഉണ്ടാവും അല്ലെ? സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, പ്രോബ്ലംസും ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പൊ ഇത് നമ്മൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നല്ല രീതിയിൽ സൊല്യൂഷൻ കണ്ടെത്തുക, നല്ല രീതിയിൽ അതിനെ ഫേസ് ചെയ്യാന്നല്ലാണ്ട് ഇത് ഇത് അവിടെ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ഇതിൽ പറയുന്ന 12 കാര്യങ്ങൾ അത് വരുമ്പോൾ അതിനെ മറികടന്ന് നമുക്കൊരു മീനിങ് ഫുൾ ലൈഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് അറിയുമ്പോൾ, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുമ്പോൾ എന്നാണ് പറയുന്നത്. ദെൻ നമ്മൾ നമ്മുടെ മൂല്യം നിർണ്ണയിക്കുന്നത് എന്താണ്? ബാഹ്യമായ താരതമ്യങ്ങളിലൂടെ അല്ല എന്നാണ് പറയുന്നത്. നമ്മൾ എന്താ വെച്ചാല്
നമ്മൾ മറ്റുള്ളവരെ അല്ല പിന്നെ കമ്പയർ ചെയ്യണ്ടേ. പൊതുവെ നമ്മൾ മക്കളെ ആണെങ്കിലും നമ്മളെ ആണെങ്കിലൊക്കെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇന്നലത്തെ ഞാനുണ്ടല്ലോ, ഇന്നലത്തെ എന്നെക്കാളും ഒരു പോയിന്റ് എങ്കിലും ഞാൻ എന്ത് ചെയ്യണം? ഇമ്പ്രൂവ് ആകണം എന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ നോക്കണ്ടോ, അവരത്ര ലൈഫിൽ അത്ര സക്സസ് ആയല്ലോ, അവർക്ക് നല്ല ജോലി ഉണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചതാണ്, പഠിക്കുമ്പോൾ ഒന്നും അത്രയും ഉണ്ടായില്ല, പക്ഷെ ഒരുപാട് ഏൺ ചെയ്യുന്നുണ്ട്, അങ്ങനെ പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്താൽ നമ്മൾ ഡെസ്പ് ആവും അല്ലേ? അപ്പൊ അത് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളോട് തന്നെയാണ് നമ്മൾ മത്സരിക്കേണ്ടത്. ഇന്നലത്തെ അത് 4 പോയിന്റ് ആട്ടോ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു പോയിന്റ് ആണ്. പിന്നെ നമ്മൾ നമ്മളോട് തന്നെ മത്സരിക്കുക. അതുപോലെ തന്നെ ഡെയിലി 1% മെച്ചപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക. അതായത് ഇന്ന് ഒരു പെർസെൻറ്റേജ്, ഇന്നലത്തേക്കാൾ എന്തെങ്കിലും ഒരു പുതിയ നോളജ്, ഒരു പുതിയ ബുക്ക് വായിക്കാം, പുതിയ ഒരാളെ പരിചയപ്പെടാം, പുതിയ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കാം, പുതിയൊരു ഭാഷ പഠിക്കാം, പുതിയൊരു കോഴ്സിന് ചേരാം. അങ്ങനെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പുതുമ നമ്മൾ ഇന്ന് ലൈഫിൽ ഉണ്ടാക്കുക ഡെയിലി. ഇന്ന് ഒന്നുണ്ടാക്കിയ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ 365% മെച്ചപ്പെടും എന്നാണ് പറയുന്നത്. അപ്പം മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് നിരാശയായിരിക്കും. നമ്മൾ മറ്റുള്ളവരുടെ സ്റ്റാറ്റസും സ്റ്റോറീസും അവരുടെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതില്ലല്ലോ, എനിക്കിതില്ലല്ലോ എന്നുള്ള ഡെസ്പായിരിക്കും നമുക്ക് വരും. പക്ഷേ നമ്മൾ എന്താണ്? നമ്മളെ മറ്റുള്ളവരുമായിട്ട് മത്സരിപ്പിക്കുകയേ വേണ്ട. നമ്മളുമായിട്ട് ഇന്നലത്തെ പോലെ തന്നെയാണോ ഇന്ന്, അതോ ഇന്നലത്തെക്കാൾ മടിയായിട്ടാണോ, ഒന്നും പ്രൊഡക്റ്റീവ് അല്ലേ എൻ്റെ ഡേ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ. അപ്പൊ ദെൻ ഫസ്റ്റ് വൺ നമ്മൾ എന്ത് ആണ് അതിൽ റൂൾ 1 ആയിട്ട് പറയുന്നത്, മ്യൂട്ട് ചെയ്യാട്ടോ എല്ലാവരും. റൂൾ 1 ആയിട്ട് പറയുന്നത് നമ്മൾ നെഞ്ച് നിവർത്തി ആത്മവിശ്വാസത്തോടെ നടക്കുക. അതായത് സ്പൈഡർമാൻ പോസ് എന്ന് പറയും. സ്പൈഡർമാൻ പോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്പൈഡർമാൻ പോസ് എന്ന് പറഞ്ഞാല് കൈ ഇങ്ങനെ നമ്മളുടെ ഹിപ്പിൽ വെച്ചിട്ട് സ്പൈഡർമാന്റെ ഒക്കെ പിക്ചർ കാണുമ്പോഴാണ് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്നത്. ഈ ഒരു പോസിൽ നമ്മൾ നിന്നാൽ തന്നെ ഓൾറെഡി നമ്മൾ കോൺഫിഡന്റ് അല്ലെങ്കിൽ നമുക്ക് വരും കോൺഫിഡൻസ്. നമ്മുടെ ബ്രെയിൻ വിചാരിക്കും, നമ്മുടെ ആക്ഷൻ കണ്ടിട്ട് നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആണ്. ഒന്ന് ഈ ഹിപ്പിൽ കൈവച്ച് ഒരു 1-2 ബ്രീത്ത് ഒക്കെ എടുത്ത് നോക്കിയേ. ഹിപ്പിൽ കൈവച്ച് നെഞ്ച് നിവർത്തി ബാക്കൊക്കെ, അതായത് നടുവൊക്കെ നിവർത്തിയിരുന്ന് നല്ല പിന്നെ ഒന്ന് ബ്രീത്തൊക്കെ നിർത്താൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ എപ്പോൾ നടക്കുമ്പോഴും ആ ഒരു പൊസിഷനിൽ നടക്കുക. അതായത് നമ്മളൊരു വിജയെ പോലെ, നമ്മൾ വിജയാണ് എന്നുള്ള രീതിയിൽ, നമ്മൾ വിജയാണ് ഓക്കെ അങ്ങനെ ഇമാജിൻ ചെയ്യുക. ആ രീതിയിൽ തന്നെ നടക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പൊതുവേ നമ്മുടെ ഫേസ് കണ്ടാ അറിയാൻ പറ്റും അല്ലെ? മറ്റുള്ളവർ ചോദിക്കും നമ്മളോട്, എന്താ നിനക്ക് പറ്റി, നിന്റെ ഫേസ് എന്താ ആകെ ഡള്ളായിട്ടിരിക്കണേ, അല്ലെങ്കിൽ നീ എന്താ മറ്റേ ഗ്ലൂമി ആയിട്ടിരിക്കണേ നമ്മൾ ചോദിക്കും. അപ്പൊ നമ്മുടെ മനോഭാവത്തെയാണ് നമ്മുടെ ശരീരഭാഷ കാണിക്കുന്നത്. അപ്പൊ ഏതൊരു സമയത്ത് ഇപ്പൊ നമ്മളൊരു എന്തെങ്കിലും ഇന്റർവ്യൂ അതല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകും, ഒരു പ്രസന്റേഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുക, നമുക്ക് ടെൻഷൻ ഉണ്ടാവും, നല്ല ടെൻഷൻ ഉണ്ടാവും, ഉള്ളിൽ വിറയിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ രീതിയിൽ ഈ സ്പൈഡർമാൻ പോസ് എന്ന് പറയും, ഈ പോസിൽ നിന്ന് 4-5 ബ്രീത്ത് എടുക്കുമ്പോൾ ഇതിനൊക്കെ ഓവർകം ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഈ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നമ്മൾ അത് ഫേസ് ചെയ്യാം. ഓക്കെ. അപ്പൊ കാണുന്നവർക്കും തോന്നും ഓക്കെ അവര് നല്ല കോൺഫിഡന്റ് ആണ്, ആൾക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഇല്ല എന്ന് നമ്മളെ ശരീരഭാഷയെ കൊണ്ട് ആള് മനസ്സിലാക്കണം. ആ രീതിയിൽ നമ്മൾ നല്ല കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുക എന്നാണ് പറയും. പൊതുവെ നിങ്ങൾക്ക് എന്താണ്, നമുക്ക് പ്രോബ്ലംസ് വരുമ്പോൾ അങ്ങനെ നിൽക്കാൻ കഴിയാറില്ല അല്ലെ? അല്ലാതെ ഇപ്പോഴൊക്കെ ഇങ്ങനെ വെറുതെ ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കും. നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോയിട്ടാണ് ഇങ്ങനെ നിൽക്കണേന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തോ ഒരു പേടിയുള്ള ഇന്റർവ്യൂവിന് പോവുകയാണ്. അപ്പൊ ഈ ഒരു പോസിൽ നമ്മൾ നല്ല വെൽ ഡ്രസ്ഡ് ആയി, ബോയ്സ് ഒക്കെ ആണെങ്കിൽ എക്സിക്യൂട്ടീവ് ഡ്രസ്സ് എന്ന് പറയും, അതായത് ഇന്നൊക്കെ ചെയ്ത് നമ്മളങ്ങനെ നല്ലൊരു കാണുമ്പോൾ തന്നെ ഒരു എക്സിക്യൂട്ടീവ് ലുക്കിൽ, ഒരു ഹാൻസം ലുക്കിൽ നിൽക്കുക. എന്നിട്ട് പേടിച്ച് അയ്യോ എനിക്കൊന്നും അറിയില്ലേ, എനിക്ക് ഞാൻ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊന്നും ഉത്തരം പറയാതെ ഞാൻ തപ്പിത്തടയോ എന്നുള്ള മൈൻഡ് അല്ല. ഫുൾ ഞാൻ എന്താണ്, ഞാൻ കോൺഫിഡന്റ് ആണ്, ഐ എം കോൺഫിഡന്റ്, ഞാൻ എന്ത് ചെയ്യും, എല്ലാ ക്വസ്റ്റ്യനും എനിക്ക് അറിയുന്ന രീതിയിൽ ആൻസർ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു കോൺഫിഡന്റ് ആയിട്ട് നമ്മളെ കാണുന്നവർക്ക് തന്നെ നമ്മളോട് റെസ്പെക്ട് തോന്നുന്ന രീതിയിൽ നമ്മൾ നിൽക്കാം. ഓക്കെ. ഫസ്റ്റ് പോയിന്റ് അതാണ് കേട്ടോ. അതായത് പിന്നെ സ്റ്റാൻഡ് അപ്പ് സ്ട്രൈറ്റ് വിത്ത് യുവർ ഷോൾഡേഴ്സ് ആൻഡ് ബാക്ക്. സ്റ്റാൻഡ് അപ്പ് സ്ട്രൈറ്റ് വിത്ത് യുവർ ഷോൾഡേഴ്സ്. ഷോൾഡർ എപ്പോഴും ഇങ്ങനെ നിവർത്തിയിട്ട് നല്ല രീതിയിൽ നിൽക്കാം. കൂനിക്കൂടിയൊക്കെ നിൽക്കണവരറിയാലോ, എന്തെങ്കിലും അസുഖം വരുമ്പോൾ നമ്മൾ പനിയോ അല്ലെങ്കിൽ ചെറിയൊരു വയറുവേനയൊക്കെ വന്ന് നമ്മളൊന്ന് വളഞ്ഞു പോകില്ലേ? അപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ്, നെഞ്ച് നിവർത്തി നല്ല രീതിയിൽ നടക്കുക. നടക്കുമ്പോഴും അങ്ങനെ നല്ല രീതിയിൽ നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നടക്കുക. അതില്
1 പോയിന്റും റൂൾ 4ഉം. അതായത് റൂൾ 4 എന്ന് പറഞ്ഞാല് ഇന്നത്തെ നിങ്ങളുമായി താരതമ്യം ചെയ്യുക. ഇന്നത്തെ അല്ലാട്ടോ, ഇന്നലത്തെ നിങ്ങളെ, ഇപ്പൊ ഈ നിൽക്കണ നിങ്ങളെ ഇന്നലത്തെ നിങ്ങളുമായി താരതമ്യം ചെയ്യുക. ഇപ്പൊ ഒരു ഡേ തുടങ്ങണുള്ളൂ. അപ്പൊ ഈ ദിവസം നിങ്ങൾ എന്താണ്, ഇന്നലത്തെ ക്ലാസ്സിനേക്കാളും വ്യത്യസ്തമായ ഒരു ക്ലാസ് കേൾക്കുന്നു. ഇനി നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു? ഇത് ഫോളോ ചെയ്യോ? ഇതിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ ലൈഫിൽ ഇപ്പൊ ഇന്റർവ്യൂ വന്നിട്ടില്ല, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ളവരുണ്ടാവാം നെക്സ്റ്റ് മന്തിലോ, അല്ല എന്തെങ്കിലുമൊക്കെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ളവരുണ്ടാവും. അപ്പൊ അവരൊക്കെ ഈ പറഞ്ഞൊരു കാര്യം നെഞ്ചു നിവർത്തി ആത്മവിശ്വാസത്തോടെ ഇരിക്കുമ്പോ തന്നെ, ഇരിക്കുന്നതാണെങ്കിലും ആ ഒരു ഇരുത്തത്തിൽ നമുക്ക് അറിയാൻ പറ്റൂല്ലേ. നമ്മൾ ഈ താടി കൈയൊക്കെ കൊടുത്ത് ഇങ്ങനെയാണ് ഇരിക്കണമെങ്കിൽ അതെന്താണ്, നമ്മളെ ഒരു ടെൻഷനോ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാല്ലേ, വിഷമം, നമ്മൾ മുമ്പത്തെ എന്തെങ്കിലും പാസ്റ്റിലായിരിക്കാം. പാസ്റ്റിലായിട്ട് പോകുമ്പോൾ നമ്മൾ അറിയാണ്ട് ഇങ്ങനെ കൊടുത്തു പോകൂല്ലേ. അതൊരു പൊസിഷനാണ്. ആളെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ആളെന്തോ ഇവിടെ അല്ല, പ്രസന്റിലല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതൊന്നും നിങ്ങൾ ഫോളോ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തോളൂ, യെസ് അടിച്ചോളൂ. ഞാൻ നെക്സ്റ്റിലോട്ട് പോവാം. അപ്പൊ 2 പോയിന്റാണ് നമ്മൾ യെസ്. പറഞ്ഞത്, റൂൾ 1, റൂൾ 4. ഓക്കെ. ദെൻ റൂൾ 2 ആണ്, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ പോലെ സ്വയം സ്നേഹിക്കുക. ഇപ്പൊ അതായത് ലോകത്തിനെ മാറ്റാൻ ശ്രമിക്കുന്നത്, അതായത് നമ്മൾ എങ്ങനെ വെച്ചാല്, നമ്മുടെ പാർട്ട്ണറിനെ നമ്മളിപ്പോ പിന്നെ സ്ത്രീ ആണെങ്കിൽ സ്വന്തം ഭർത്താവിനെ, അതല്ലെങ്കിൽ നമ്മള് എന്താ പറയാ, ഒരു ലവ് ചെയ്യണവരില്ല, ലവ് ചെയ്യുന്ന കാലഘട്ടമായിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ നമ്മൾ മറ്റൊരാളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യില്ലേ. അവര് പറയണ പോലെ ഡ്രസ്സ് ചെയ്യും, അവർക്ക് നല്ല ഇഷ്ടങ്ങൾക്കനുസരിച്ച് പെരുമാറും, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അല്ലെ. അവരുടെ കാര്യങ്ങൾ നോക്കാൻ, ഇപ്പൊ കല്യാണം കഴിഞ്ഞ ആ ടൈമിലൊക്കെ ഇപ്പോഴും ഒരുവിധം സ്ത്രീകളൊക്കെ അങ്ങനെ ആയിരിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്യും. ആണുങ്ങളാണെങ്കിലും അവര് ഗൾഫിൽ പോയിട്ടോ അല്ലെങ്കിൽ മറ്റ് കഷ്ടപ്പെട്ട് ജോലികൾ ചെയ്തിട്ടൊക്കെ ആ ഒരു പണം കൊണ്ട് അവരവരുടെ ഫാമിലിയെ നോക്കും. അവിടെ അവർ സ്വന്തം ആരോഗ്യം നോക്കൂല, സ്വന്തം ഇമോഷൻസ് നോക്കൂല, കാശ് കിട്ടിയ വീട്ടിലോട്ട് എന്നൊക്കെയുള്ള രീതിയിൽ. അതേപോലെ തന്നെ രണ്ട് ടീമും ഒരേപോലെയാണ്. അതായത് ഈ ഈ ഒരു കാലഘട്ടത്തിൽ പൊതുവെ ലേഡീസ് ജോലി ചെയ്യുന്നവരുണ്ടാവാം. ജോലി ചെയ്യുന്നവരാണെങ്കിലും സ്വന്തം വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി, മറ്റുള്ളവർക്കുള്ള ഫുഡും അവരുടെ ഇപ്പൊ എന്തെങ്കിലും അസുഖം വന്നാൽ അവർക്ക് മരുന്ന് എല്ലാം നോക്കിയിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുക. പക്ഷെ അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ള ഒരാളെ എങ്ങനെ ഇഷ്ടപ്പെട്ട ഒരാളെ നിങ്ങൾ എങ്ങനെ കെയർ ചെയ്യുന്നു, അതുപോലെ സ്വയം സ്നേഹിക്കുക. ചുരുക്കി പറഞ്ഞാൽ സെൽഫ് ലവ് അറിയാലോ. അതായത് നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി, ഇപ്പൊ ഒരാളൊരു വിഷമം പറയാണ്, നമ്മുടെ വേറെ എന്ത് തിരക്കുകളും മാറ്റിവെച്ച് അത് കേട്ടിരിക്കും അല്ലെ, ഫോണിലോ വീട്ടിൽ വന്നിട്ടൊക്കെ പറയുകയാണെങ്കിൽ അത് കേട്ടിരിക്കും. പക്ഷെ നമുക്ക് വേണ്ടി നമ്മൾ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഇരുന്ന് നമ്മളെ ഉള്ളിൽ എന്താണ് തോട്ട്സ് പോണത്, ഇന്നർ തോട്ട്സ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, ഞാനിപ്പോ ഹാപ്പി ആണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ കുറച്ച് സമയം, നമ്മളോട് തന്നെ സംസാരിക്കാൻ കുറച്ച് സമയം കണ്ടെത്താന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പം സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് സെൽഫ് ലവ് എന്ന് പറയുന്നത്, ട്രീറ്റ് യുവർ സെൽഫ് ലൈക്ക് സംവൺ യു ആർ റെസ്പോൺസിബിൾ ഫോർ ഹെൽപ്പ് ചെയ്യണം. മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യണ പോലെ സ്വയം ഹെൽപ്പ് ചെയ്യാം. ഞാനൊരു വേറെ ആളാണെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കാം, നിങ്ങൾക്കൊന്ന് പുറത്തു പോകണം തോന്നുകയാണെങ്കിൽ പുറത്തു പോകാം, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഒരു മെഡിറ്റേഷൻ കൊടുക്കണം തോന്നുകയാണ്, ബാക്കി തിരക്കുകളൊക്കെ അവിടെ നിൽക്കട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് വേണ്ടി ഞാൻ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇരുന്ന് ഞാൻ എൻ്റെ മെഡിറ്റേഷന് വേണ്ടി ടൈം കണ്ടെത്താം. ഈ നമ്മുടെ വികാരം, നമുക്ക് ഇപ്പൊ എന്താണ്, സന്തോഷമാണോ സങ്കടമാണോ, ഒന്ന് ഇരുന്നൊന്ന് പോസ് ചെയ്ത് മൊബൈലും ടിവിയോ ഗാഡ്ജറ്റുകളൊന്നും ഇല്ലാതെ ഒന്ന് ഫ്രീ ആയിരുന്നൊന്ന് ചിന്തിക്കുക, നമ്മളെ കുറിച്ച് ചിന്തിക്കുക. ഞാനിപ്പോ എങ്ങനെയാണ്, ഞാൻ ഈ ഒരു ലൈഫിൽ ഹാപ്പി ആണോ, സാറ്റിസ്ഫൈഡ് ആണോ, അങ്ങനെ സ്വയം എല്ലാ കാര്യങ്ങളും ചോദിക്കുക എന്നാണ് പറയുന്നത്. ദെൻ 6 ആണ്, ലോകത്തെ വിമർശിക്കുന്നതിന് മുമ്പ് സ്വന്തം ജീവിതം ക്രമപ്പെടുത്തുക. റൂൾ 6 ആണ്, ലോകത്തെ വിമർശിക്കുന്നതിന് മുമ്പ് സ്വന്തം ജീവിതം. നമ്മൾ മറ്റുള്ളവരെ കുറ്റം കണ്ടെത്താൻ എല്ലാവരും നമ്മൾ ഭയങ്കര മിടുക്കന്മാർ. അവരെ കുറിച്ച് പറയാൻ പറഞ്ഞ, ഇന്ന ആളെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ 100 നാവിൽ നമ്മൾ എന്തു പറയും, അവരെ കുറിച്ച് പറയും അല്ലെ. നല്ലതുണ്ടാവാൻ ചീത്ത ഉണ്ടാവാൻ എല്ലാം ഉണ്ടാവും. നമ്മൾ ഹസ്ബൻഡിനെ കുറിച്ച്, ഭർത്താക്കന്മാരോട് ഭാര്യനെ കുറിച്ച് പറയാൻ പറഞ്ഞാലൊക്കെ അവർക്ക് ഒരുപാട് പറയാനുണ്ടാവും. പക്ഷെ സ്വയം ഞാൻ ചെയ്യുന്നത് തെറ്റാണോ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കാന്നാണ് പറയുന്നത്. റൂൾ 6, ലോകത്തെ വിമർശിക്കുന്നു. ലോകം എന്ന് പറയുമ്പോൾ ഇപ്പൊ ചുറ്റുമുള്ള ആളുകളെ, ഇപ്പൊ പൊളിറ്റീഷ്യൻസ് ഒക്കെ ആണെങ്കിൽ മറ്റുള്ള പാർട്ടികളെ വിമർശിക്കുന്നില്ല, അവരുടെ ജീവിതം പക്കാ പോക്കായിരിക്കും, പക്ഷെ അവരത് നോക്കൂല, ബാക്കിയുള്ളവരെ വിമർശിക്കും. അതെല്ലാവരും, ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഞാൻ ഓക്കെ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഹസ്ബൻഡിനെ കുറ്റം പറയും അല്ലെ,
അതേപോലെ മക്കളെ കുറ്റപ്പെടുത്തും. അങ്ങനെ അത് ചെയ്യണതിന് മുമ്പ് സ്വയം നമ്മളിങ്ങനെ വരില്ലേ, നമ്മളിങ്ങനെ ഒരു ചൂണ്ട് വരല് ഇങ്ങനെ മറ്റൊരാളുടെ ഇതിലോട്ട് ചൂണ്ടുമ്പോൾ ഈ ഒറ്റ പോയിന്റ് ഫിംഗർ മാത്രമേ അയാളുടെ നേരിലോട്ടുള്ളൂ. ബാക്കിയുള്ള വിരലുകളൊക്കെ നമ്മൾക്ക് നേരെയാണ് വരുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എങ്ങനെയാണ്, നമ്മൾ അയാളെ പറയാൻ അർഹനാണോ, നമ്മൾ ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ ഒന്ന് സ്വന്തം എന്ത് ചെയ്യുക, ചിന്തിക്കുക. നമ്മളെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റുന്നുണ്ടോ, എനിക്ക് എന്നിലുള്ള ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റുന്നുണ്ടോ, എന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്താണോ ഞാൻ ജീവിക്കുന്നത്, എന്റെ ചലഞ്ചസ് ഒക്കെ ഒന്ന് ചുറ്റുപാടൊന്ന് നിരീക്ഷിക്കുക എന്നാണ് പറയുന്നത്. നമ്മളെ കുറിച്ച് മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതിന് മുമ്പ് സ്വയം വിചാരണ നടത്തുക എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ 1 2 4 പറഞ്ഞു, 6 പറഞ്ഞു. ദെൻ റൂൾ നമ്പർ 3 ആണ് നിങ്ങളുടെ വളർച്ച ആഗ്രഹിക്കുന്നവരുമായി സൗഹൃദം സ്ഥാപിക്കുക. അതായത് അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, കാരണം മറ്റുള്ളവർ നമ്മളെ നെഗറ്റീവായിട്ട് തളർത്തുന്നവരുണ്ടാവും അല്ലെ. ഇതിലുള്ളവർക്കൊക്കെ പ്രത്യേകിച്ചും അങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ ഇതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നിനക്ക് വേറെ പണിയൊന്നുമില്ല, നിനക്ക് എന്ത് ഭ്രാന്താണ്, എന്ത് മെഡിറ്റേഷൻ, അതുകൊണ്ട് എന്ത് കാര്യം, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ, ഇതിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകളെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷേ അവര് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവര് ചെവി കൊടുക്കണ്ട, അത്രേ പറ്റൂ. ചെവി കൊടുക്കണ്ട, അവർ പറയുന്നത് കേട്ടോ, അത്ര സീരിയസ് ആയി ഉള്ളിലോട്ട് എടുക്കണ്ട. ഇതേപോലെ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ ഒരു പിന്നെ പുതിയ കോഴ്സിന് ചേരുമ്പോൾ, അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ, അതല്ലെങ്കിൽ പുതിയൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോകണം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കാണാൻ പോകണം എന്ന് പറയുമ്പോഴൊക്കെ നീ ഇവിടെ അടങ്ങിയിരുന്നോ, നിനക്ക് വേറെ പണിയൊന്നുമില്ല, കൊച്ചുങ്ങളെ നോക്കിയാൽ പോരെ എന്നൊക്കെ പറയുന്ന കുറേ പേര് നമ്മുടെ ചുറ്റുമുണ്ടാകും. അത് നമ്മുടെ അതായത് ക്ലോസ് റിലേറ്റീവ്സ് ആവാം, നമ്മുടെ പാർട്ട്ണർ ആവാം, പാരന്റ്സ് ആവാം, നെയ്ബേഴ്സ് ആവാം, നമ്മുടെ ഫ്രണ്ട്സ് ആവാം. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ പാടെ അവോയ്ഡ് ചെയ്യും. നമുക്ക് തോന്നാണ് ശരിയാണ്, നമ്മൾ ചെയ്യുന്നത് ശരിയാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് മനസാക്ഷി നമ്മളോട് പറയുന്നുണ്ട് ഇത് ചെയ്തോ, ഇത് ഓക്കെ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യും. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. നമുക്ക് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും അവരുടെ സംസാരത്തിൽ നിന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകൾ, നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, നമ്മളെ വളർച്ച ആഗ്രഹിക്കുന്നു. നീ അത് ചെയ്യേ, നീ പോയി ഡ്രൈവിംഗ് പഠിക്കേ, നിനക്ക് ഡ്രൈവിംഗ് പഠിച്ച ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ എവിടെ വേണമെങ്കിലും പോവാലോ എന്ന് പറയുന്ന ആളും ഉണ്ടാവും. നീ ഡ്രൈവിംഗ് പഠിച്ചിട്ട് വേണം വല്ലവരെയും ഇടിച്ച് നീ ജയിലിൽ കിടക്കാൻ, അല്ലെങ്കിൽ കേസും കൂട്ടായിട്ട് നടക്കാൻ എന്ന് പറയുന്നവരും ഉണ്ടാവും. അതുപോലെ വല്ല ബ്രേക്ക് കിട്ടാതെ വണ്ടി മറിയുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ കാണിച്ചു തന്ന് നമ്മളെ മൊത്തം ഡൗൺ ആക്കാൻ പറ്റുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അപ്പൊ നമ്മൾ തെരഞ്ഞെടുക്കുക, നമ്മളെ ഗ്രോത്തും നമ്മള് പിന്നെ എല്ലാം നമ്മൾ സക്സസ് ആവണൊക്കെ കാണുന്നത് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും. അതായത് ആരാണെങ്കിലും, നമ്മുടെ വീട്ടിലുള്ളവരാണോ, നൈബേഴ്സ് ആണോ, നമ്മുടെ കൂടെ പഠിച്ചവരാണോ, ഇപ്പൊ കിട്ടിയ ഫ്രണ്ട്സ് ആണോ, പുതിയ സൗഹൃദമാണോ, ഇനി പുതിയൊരാളെ കാണുമ്പോഴും ആളുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുകയാണ് അവരായിട്ട് കൂട്ടുകൂടാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആ സൗഹൃദം നിങ്ങൾ കീപ്പ് ചെയ്യുക. അതല്ല ഇവർ റോങ് ആണെന്ന് മനസ്സിലായ അവിടെ ബ്ലോക്ക് ചെയ്യുക അവരെ. ഓക്കെ, അത്രേ ഉള്ളൂ. ദെൻ റൂൾ നമ്പർ 9 ആണ് ഓരോരുത്തരിൽ നിന്നും പഠിക്കുക. അത് ഏതൊരാളെ, ചെറിയൊരു കുട്ടിയുടെ അടുത്ത് നിന്നാണെങ്കിൽ അവർ പറയുന്നത് കേൾക്കുക. കേൾക്കാനൊരു ലിസണിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ചെവിയും ഒരു വായേ തന്നിട്ടുള്ളൂ എന്നാണ്. അതിൽ നിന്ന് തന്നെ കൂടുതൽ കേൾക്കുക. 2 ചെവി, ഒരു ചെവി തന്നാൽ പോലെ, ഒരു ചെവി കൂടെ നമുക്ക് കേൾക്കാൻ പറ്റൂ അല്ലെ. പക്ഷെ കൂടുതൽ കേൾക്കുക, കുറച്ച് സംസാരിക്കുക, അതാണ് പറയുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പൊതുവേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നോൺ സ്റ്റോപ്പ് ആയിട്ട്. ഒരുവിധ ആളുകളൊക്കെ നമ്മൾ ഫോണൊക്കെ ചെയ്യുമ്പോൾ രണ്ടുപേരും ഒരുപോലെ പറയാം, എന്നിട്ട് പറയാം നീ പറ എന്ന് പറയും അല്ലേ. അത്രയും നമ്മൾ നോൺ സ്റ്റോപ്പ് ആയിരിക്കും. അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നമ്മളൊന്ന് ലിസൺ ചെയ്യാൻ ശ്രമിക്കുക. ലിസൺ എന്ന് പറഞ്ഞാൽ അവർ പറയണ കേട്ട് അവരെ മുഖത്ത് നോക്കി കേൾക്കുക, സംസാരിക്കുക, ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ കണ്ണിൽ നോക്കി കേൾക്കുക. അതൊരു കേൾവി എന്ന് പറയുന്നത് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കും. അതല്ല, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്താ ഈ പറഞ്ഞോ ഞാൻ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഫോണിൽ സംസാരിക്കുമ്പോൾ തന്നെ ചില ആളുകളാണ് ആ വീട്ടിലുള്ള ബാക്കിയുള്ള എന്തൊക്കെയോ കാര്യങ്ങള് ലൊക്കെ ഇടപെട്ട് ആ സംസാരമൊക്കെ നമുക്ക് കേട്ട് ഭയങ്കര ഇറിറ്റേഷനാവും. എനിക്കൊക്കെ ചിലരൊക്കെ വിളിക്കുമ്പോൾ അവർ കുട്ടികളെ വഴക്ക് പറയുന്നുണ്ടാവും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്യുന്നുണ്ടാവും. എന്നാൽ അതൊക്കെ കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ വിളിച്ചാൽ മതിയല്ലോ. പക്ഷെ അങ്ങനെയല്ല, അതൊരു ശീലമാണ്. അപ്പൊ അതിന്റെ ഇടയിലായിരിക്കും എന്തെങ്കിലുമൊക്കെ വരും. അപ്പൊ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്ത് അങ്ങനെ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കൂടുതൽ ലിസണിങ്, എന്ത് കേൾക്കാൻ ശ്രമിക്കാം. അത്
നമ്മൾക്ക് ശ്രദ്ധയോടെ കേൾക്കുന്നത് നമ്മുടെ നോളജ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നു. അവരെന്താണ് ഇപ്പൊ അവർ പറയണത് ഒരു നോളജ് അല്ലെങ്കിൽ കൂടി അവർ ചിലപ്പോൾ അവരുടെ ഒരു ഫീലിങ്സ് ആയിരിക്കും പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഫീലിങ്സിന് അങ്ങനെ ഫീലിങ്സ് വരുന്നവർക്ക് എന്ത് സൊല്യൂഷൻ കൊടുക്കാം, അവർക്ക് എന്താണ് പ്രോബ്ലം, അവരുടെ റിയൽ റൂട്ട് കോസ് എന്താണ് എന്നൊക്കെ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും. അല്ലെങ്കിൽ നിങ്ങൾ ആ ആ ആ ശരി എന്താ ഈ പറഞ്ഞ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കേണ്ടി വരും. അപ്പം അതല്ലാണ്ട് ഒരു ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യും. ഓക്കെ, അതാ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ നല്ല രീതിയിൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക. പാർട്ട്ണർ ആണെങ്കിലും നിങ്ങളുടെ ഓപ്പോസിറ്റ് ഉള്ളത് നിങ്ങളുടെ ആരാണോ, നിങ്ങളുടെ കൂടെ ആരാണോ, പാർട്ട്ണർ ആണോ പാരന്റ്സ് ആണോ, ഇവർ പറയുന്നത് അവർക്ക് ഫുൾ 100% ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ കേൾക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ പ്രായമായ അച്ഛനും അമ്മയൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ പൊതുവെ ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ അതൊരു നെവർ മൈൻഡ് ആണ്. അവരവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ചിലർക്കൊക്കെ നല്ല ഏജ് ആയ ചിലപ്പോൾ അവർ പറഞ്ഞ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ ഒരു മടുപ്പ് കാണിക്കും. നമ്മൾ അത് കാണിക്കരുത്. അവർ പറയുമ്പോൾ അത് കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ റൂൾ നമ്പർ 5 ആണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. നമ്മൾ മറ്റുള്ളവർക്ക് ഇതുവരെ നമ്മുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. കുട്ടികൾക്ക് എന്താണ് ശരിയായ പരിധി നിശ്ചയിക്കുക. കുട്ടികൾക്ക് തെറ്റും ശരിയും നമ്മളാണ് പറഞ്ഞു കൊടുക്കുന്നത്. കുട്ടി ഒരു തെറ്റ് ചെയ്യുമ്പോൾ മോനെ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ, അത് നല്ല കുട്ടികളൊന്നും അങ്ങനെ ചെയ്യൂല അങ്ങനെ പറഞ്ഞിട്ട് അവരെ തിരുത്തേണ്ടത് നമ്മളുടെ കടമയാണ്. ചിലര് അത് തിരുത്തില്ല. അവിടെ തിരുത്താതെ സ്നേഹപൂർവ്വം തിരുത്തണം, ശിക്ഷിച്ചല്ല തിരുത്തണ്ടേ. ഇപ്പത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അടിയൊക്കെ കൊടുത്ത് ഫോൺ വാങ്ങി വെച്ചാൽ പോയി സൂയിസൈഡ് ചെയ്യുന്ന ടൈപ്പാണ്. അപ്പം അതും നമുക്ക് പിന്നെ റിഗ്രറ്റ് ഫീൽ ചെയ്യും. അതല്ല, അവരെ പറഞ്ഞ് മനസ്സിലാക്കി സ്നേഹത്തോടെ തിരുത്തി നമ്മൾക്ക് അവരെ ആ ഫോണാണ് ഇപ്പൊ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം വെച്ചാല് ഫോൺ വാങ്ങി ദേഷ്യം പിടിച്ച് വാങ്ങി വെക്കുന്നതിന് പകരം നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോവാം, പുറത്തൊന്ന് നടക്കാൻ ഇറങ്ങാം, നീ വരുന്നുണ്ടോ, നമുക്ക് രണ്ടുപേർക്കും കൂടെ നടക്കാന്ന് പറഞ്ഞിട്ട് പുറത്തേക്കൊക്കെ വിളിക്കാവനെ. അപ്പൊ ആ ഒരു ഫോൺ വാങ്ങി വെക്കലല്ല, നമ്മൾ നടത്താണ് നമ്മളുടെ ഇമ്പോർട്ടന്റ് എന്ന് വിചാരിച്ചാൽ ഓൾറെഡി അവിടെ ഫോൺ വെച്ചിട്ട് പോകും. മനസ്സിലായോ? അങ്ങനെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും എങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാന്നുള്ളത്. അതേപോലെ തന്നെ കുട്ടി തെറ്റ് ഒരു ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കാണുമ്പോൾ എവിടെന്നെങ്കിലും പഠിച്ചു വന്നതാണെങ്കിൽ അവിടെ നമ്മൾ തിരുത്തി കൊടുക്കണം. എന്തൊരു കാര്യത്തിലും അവർക്കൊരു മൂല്യബോധം ഉണ്ടാക്കി കൊടുക്കണം. ചെറുപ്പത്തിലേ അത് കിട്ടണം. ചെറുപ്പത്തിലേ അത് കിട്ടിക്കഴിഞ്ഞാലുള്ളൂ ആ ഒരു കുട്ടി വലുതാവുമ്പോഴും ആ ഒരു നല്ല ക്യാരക്ടർ ആയിട്ടുണ്ടാവും. ചെറുപ്പത്തിൽ കിട്ടാത്തതിന്റെ പ്രോബ്ലം ആണ് ഇപ്പൊ പലരുടെയും. ഇപ്പൊ എന്നുള്ളൊരു കൊച്ചിനെ കൊന്ന ആളുടെ അമ്മ പറയുന്നുണ്ട്, എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യൂല, എന്റെ മോൻ അങ്ങനെ ഒരു തെറ്റും ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് മോനെ ന്യായീകരിക്കുന്നുണ്ട്. ഇതല്ല വേണ്ടത്. അവര് ചെറുപ്പത്തിലേ ഇതേപോലെ എന്ത് തെറ്റ് ചെയ്താലും എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ വലുതായപ്പോ ഇങ്ങനത്തെ ക്രിമിനലായി മാറിയത്. ഓക്കെ, കർശന നിയന്ത്രണം വേണ്ട, അനുയോജ്യമായ നമ്മുടെ വളർച്ചയ്ക്ക് അനുസരിച്ച ശ്രദ്ധയും അച്ചടക്കവും പരിധികളൊക്കെ അവിടെ പോണ്ട, അങ്ങനത്തെ കൂട്ടുകെട്ട് നിനക്ക് വേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ അവരെങ്ങനെയാണോ അത് അക്സെപ്റ്റ് ചെയ്യുക ആ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയണം നമുക്ക്. ഓക്കെ, കുട്ടികളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ നേരിടാൻ. അവർ ചെയ്യുന്ന കാര്യങ്ങൾ പലതും നമുക്ക് യോജിപ്പുണ്ടാവില്ല. അപ്പൊ ചെയ്യരുത് പോകരുത് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും അരുതുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ വിട്ട് എങ്ങടെയെങ്കിലും പോവാൻ നിൽക്കും. അവർക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടത്. അപ്പൊ അവര് ചിലപ്പോ വീട് വിട്ട് ഇറങ്ങുന്ന പെൺകുട്ടികളെ കുറിച്ചൊക്കെ പഠിത്ത ന്യൂസ് ഉണ്ടായിരുന്നു. വീട് വിട്ട് അങ്ങോട്ട് ഇറങ്ങന്നെ, വീട്ടിലല്ലേ സ്ട്രിക്റ്റ്, വീട്ടില് അമ്മയും അച്ഛനാണല്ലോ സ്ട്രിക്റ്റ് ആക്കണേ. അപ്പൊ അവരില്ലാത്തൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ എന്തോ ആവാന്ന് അങ്ങോട്ട് തോന്നും. അപ്പൊ അതല്ല വേണ്ടേ, സ്നേഹത്തോടെ ശാസിക്കാം, സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഓക്കെ, ദെൻ ചലഞ്ചസിനെ നേരിടാൻ റൂൾ നമ്പർ 11, നമുക്ക് ചലഞ്ചസ് വരും അല്ലെ നമ്മുടെ ലൈഫിൽ. നമുക്കറിയാം, നിങ്ങൾ ഓരോരുത്തരും ലൈഫ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ. ഈ ഒരു ലൈഫിൽ നമുക്ക് പല പരാജയങ്ങളും വന്നിട്ടുണ്ടാവാം, അപകടങ്ങൾ വന്നിട്ടുണ്ടാവാം, പല സംഭവങ്ങളും നമ്മൾ വിഷമിപ്പിക്കുന്നതുണ്ടാവാം, നമ്മൾ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടാവാം, നമ്മൾ മറ്റുള്ളവരുടെ ഇടയിൽ പരിഹാസമായിട്ടുണ്ടാവാം. ഇങ്ങനെ എല്ലാം ഓരോരുത്തരുടെയും ലൈഫിൽ ഡിഫറെന്റ് ആയിരിക്കും. ഒരാളോട് പറയാൻ പറഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് പറയാനുള്ളതുണ്ടാവും. അയാളുടെ ഇപ്പൊ ഒരു 40-45 ഒക്കെ വയസ്സ് വരെ ജീവിച്ചിട്ടുള്ള ആളുകളാണ് ഇതിലുള്ളതെന്ന് തോന്നുന്നു. അപ്പൊ അവരുടെ ലൈഫ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. കുട്ടിക്കാലം മുതൽ പലതും നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഓവർകം ചെയ്ത് വന്നവരാണ് നമ്മൾ അല്ലേ. അപ്പം മക്കൾക്കും ഇതുപോലെ എന്ത് വെല്ലുവിളികളും നേരിടാനുള്ള ഒരു കരുത്ത് നേടിക്കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മളും നമ്മുടെ ലൈഫിലാണെങ്കിലും ഇതൊക്കെ സ്വാഭാവികമാണ്, ഇറ്റ്സ് ഓക്കെ, ഇതൊക്കെ ഉണ്ടാവും, ഇതെനിക്ക് എന്തോ പഠിപ്പിക്കാൻ വന്നതാണ്. അതല്ലാതെ എന്റെ അശ്രദ്ധ കൊണ്ടുവന്നു, എനിക്ക് അങ്ങനെ ഞാൻ ചെയ്തു, ഞാൻ പറഞ്ഞത് കൊണ്ടായിപ്പോയി, അങ്ങനെയൊക്കെയുള്ള ബ്ലെയിമിങ് നമ്മൾ തന്നെ സ്വയം ബ്ലെയിം ചെയ്യും അല്ലെ. മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം യേശോ ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, എന്റെ വായിന്ന് അങ്ങനെ വീണും പോയി, ഞാൻ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന് ഇങ്ങനെ
പരാതി എന്താ ഇത് പറയുന്നവരില്ലേ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ചില. അതൊന്നുമല്ല, അതൊക്കെ നമ്മുടെ ലൈഫിന്റെ ഭാഗമാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. അതിലൂടെ ഉണ്ടാകുന്ന ഇന്നിപ്പോ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായെങ്കിൽ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നാളെയോ മറ്റന്നാളോ ഇതേ എക്സ്പീരിയൻസ് റിപ്പീറ്റ് ചെയ്താൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുക, നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യും. അത് ഹാൻഡിൽ ചെയ്യാൻ ഇനിയിപ്പോ ഇങ്ങനെ സിറ്റുവേഷൻ വന്നാൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, മറ്റു രണ്ടുപേർക്കും ദോഷമില്ലാത്ത രീതിയിൽ ഞാൻ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊക്കെ ഒന്ന് ചിന്തിക്കാം. ഓക്കെ, അപ്പൊ വെല്ലുവിളികളെ നേരിടുന്നതോടെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ദെൻ 7 എന്താണ്, അർത്ഥവത്തായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. ഒന്നും എളുപ്പമല്ല, ഒന്നും ഒരു കാര്യം എളുപ്പമല്ല. നമ്മൾ നല്ല എന്ത് ചെയ്യണം, നല്ല കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ മീനിങ് ആയത് ആവശ്യമായ കാര്യങ്ങൾ, നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, നമ്മുടെ ലക്ഷ്യബോധമുള്ള ജീവിതം നയിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യുക, ഇതൊക്കെ നിങ്ങൾ തെരഞ്ഞെടുക്കുക. റൂൾ നമ്പർ 7 ഞാൻ ഒന്നുകൂടി ഇത് ചെയ്തു. അതായത് ഒന്നും എളുപ്പമല്ല, അർത്ഥവത്തായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. നമ്മുടെ ലൈഫിൽ ഒന്നും ഈസി അല്ല അല്ലേ. അതായത് പല പ്രശ്നങ്ങളും വരും, പ്രഷേഴ്സ് വരും. അപ്പം എന്താണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെയൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊരു പ്രോബ്ലം ആണെങ്കിലും നമുക്ക് നാളെ എന്ത് നടക്കും, അല്ലെങ്കിൽ ഈ ഒരു നിമിഷം കഴിഞ്ഞതിന് ശേഷം എന്ത് നടക്കുമെന്ന് നമുക്കറിയില്ല. ഓക്കെ, അപ്പൊ നമ്മളത് പിന്നെ ലക്ഷ്യബോധത്തോടെ, ലക്ഷ്യം ഉണ്ടാവണം നമുക്ക്. ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ലക്ഷ്യബോധത്തോടെ ജീവിക്കണം എന്നുള്ളത്. അപ്പൊ ആ ഒരു ലൈഫിലോട്ട് പോകാനുള്ള കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. വല്ലതും പലപ്പോഴും തൽക്ഷണത്തിന് സന്തോഷം മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ പല കാര്യങ്ങളും ചിലപ്പോൾ നടക്കില്ല. ഇപ്പൊ ഒരു ഹാപ്പി, ഇപ്പൊ ഒരു കോഴ്സിന് ചേരുകയാണെങ്കിൽ ആ കോഴ്സിന്റെ ടൈമിൽ അറ്റൻഡ് ചെയ്യണം, അവർ പറയുന്ന ടാസ്കുകൾ ചെയ്യണം, അവർ പറയണതൊക്കെ ചെയ്ത് അവർ പരീക്ഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോയി എഴുതണം അല്ലെ. ഇച്ചിരി റിസ്ക് ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കണ അതിനൊന്നും പോണ്ട, എനിക്കിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാലോ, ഈ ഉത്തരവാദിത്വം ഒന്നും ഏൽക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഒരു പടം കാണാണ്. ആ നമ്മുടെ ലക്ഷ്യത്തിലെത്തി എത്തിക്കോ? ഇല്ല. ഇതിൽ പറയുന്നത് തൽക്ഷണ സന്തോഷം പലപ്പോഴും ദീർഘകാല നഷ്ടത്തിലേക്കായിരിക്കും നയിക്കുക. ഇപ്പൊ ഈ മയക്കുമരുന്ന് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പലതിനും പലരും അഡിക്റ്റ് ആവും അല്ലെ. അതൊക്കെ എന്താണ്, അതിനൊക്കെ ഈസിയാണ്, പക്ഷെ അത് നമ്മുടെ ലൈഫ് തന്നെ തകർത്ത് കളയും എന്നാണ് പറയുന്നത്. സുഖം താൽക്കാലികമാണ്, അർത്ഥമാണ് ശാശ്വതം. സുഖം എന്ന് പറയുന്നത് വളരെ ഈസിയാണ്, എന്തെങ്കിലുമൊക്കെ കുറുക്കു വഴികൾ ഉണ്ടാവാം. പക്ഷെ നമ്മളൊരു മീനിങ് ഫുൾ ലൈഫ്, ഒരു സക്സസ്ഫുൾ ലൈഫ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ് അല്ലേ. ദെൻ റൂൾ നമ്പർ 7 അർത്ഥവത്തായ കാര്യങ്ങൾ. ദെൻ 8 സത്യം പറയുക അല്ലെങ്കിൽ കള്ളം പറയാതിരിക്കുക. അതായത് ഒരു കള്ളം പറഞ്ഞാൽ നമ്മൾ പിന്നീട് വീണ്ടും വീണ്ടും പല കള്ളം അതിനു വേണ്ടി പറയേണ്ടി വരും. ഒരു കാര്യം നമ്മളോട് ഒരാൾ ചോദിക്കുമ്പോൾ സത്യം പറയാൻ പറ്റണില്ല, സത്യം പറയാൻ പറ്റണില്ലെങ്കിൽ നമ്മൾ പൊതുവേ എന്താ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഉടായ്പ കള്ളം പറഞ്ഞുണ്ടാക്കും. പിന്നെ അതിനു വേണ്ടി വേറെ കള്ളം പറയും, അതിനെ നിലനിർത്താൻ വേണ്ടി വേറെ കള്ളം പറയും. എന്താ ഉണ്ടാവുക വെച്ചാല് ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് ഈ കള്ളം പറഞ്ഞത് പിന്നെ മനസ്സിലാവും. അവർക്ക് പൊതുവേ ഒന്നെങ്കിൽ ചിലർക്കൊക്കെ ഫേസ് എക്സ്പ്രഷൻ, നമുക്ക് കുട്ടികളൊക്കെ എന്തെങ്കിലും നുണ പറയുമ്പോൾ അവരുടെ ആ കണ്ണിങ്ങനെ അതിൽ നിന്നും അവരുടെ മുഖഭാവത്തു നിന്ന് തന്നെ മനസ്സിലാവും അല്ലെ. അതേപോലെ നമ്മളുടെ ആണെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും അത് തെളിയും. എന്തെങ്കിലുമൊക്കെ സീരിയസ് ആയ കള്ളാണ് പറഞ്ഞെങ്കിൽ പിന്നീട് അത് കള്ളാണെന്ന് മനസ്സിലാക്കാൻ ഓപ്പോസിറ്റ് പറഞ്ഞ കഴിയും. അതോടുകൂടി നമ്മുടെ വിശ്വാസവും നമ്മളോടുള്ള റെസ്പെക്റ്റ് ഒക്കെ പോകും. മനസ്സിലായോ? അതുകൊണ്ട് സത്യം പറയുക, പറയാൻ പറ്റുകയാണെങ്കിൽ സത്യം പറയല്ലേ, പറയണ്ട, കള്ളം പറയാതിരിക്കുക. ഓക്കെ, നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ചെയ്യുന്നത്. കാരണം പാർട്ട്നേഴ്സ് ഒക്കെ തമ്മിൽ എന്തിനെങ്കിലൊക്കെ സ്വത്തം, നീ അവിടെ പോയേ, നീ എവിടെ പോയേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നുണ പറയും അല്ലെ. പിന്നെ ഇവർക്ക് മനസ്സിലാവും അവർ ഇന്ന സ്ഥലത്താണ് പോയത്, എന്നോട് ഇതാക്കിയിട്ടാണ് പോയത്, നുണ പറഞ്ഞാണ് പോയത്. അതോടുകൂടി ഇവർ തമ്മിലുള്ള വിശ്വാസം ഇല്ലാണ്ടാവും. വിശ്വാസം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നമ്മൾ പറയില്ല, ഒരു ചുളുങ്ങിയ പേപ്പർ പോലെ അത് നിവർത്താൻ പാടാണ്. പിന്നെ അവരുടെ ലൈഫ് ഫുള്ള് മരണം വരെ ഇതിങ്ങനെ ടോർച്ചർ, മറ്റാളിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നീ അവിടെ പോയിട്ട് എന്നോട് നുണ പറഞ്ഞില്ലേ, നീ അവിടെ എല്ലാം പറഞ്ഞില്ലേ, ഇത് തെളിയും എന്തായാലും. അപ്പൊ നുണ പറയാതിരിക്കുകയും ചെയ്യുക. സത്യം പറയാൻ പറ്റില്ലെങ്കിൽ പറയണ്ട, അതിനു വേണ്ടി കള്ളം ഉണ്ടാക്കി പറയരുത്. അതുകൊണ്ടുകൂടെ റെസ്പെക്ട്, ആരോടാണെങ്കിലും അവരോടുള്ള റെസ്പെക്റ്റും അവരോടുള്ള വിശ്വാസതയൊക്കെ നമ്മളിടുന്ന് പോകും. അത് നമ്മുടെ സത്യം പറയുമ്പോൾ, സത്യം മാത്രം പറയുമ്പോൾ നമ്മുടെ ബന്ധങ്ങള് കൂടുതൽ ഊഷ്മളമാവും എന്നാണ് പറയുന്നത്. സത്യം ചിലപ്പോൾ നമ്മൾ പെയിൻഫുൾ ആയിരിക്കും, പറയാൻ പോണ സത്യം ചിലപ്പോൾ പെയിൻഫുൾ ആയിരിക്കും. ഒന്ന് മ്യൂട്ട് ചെയ്യാട്ടോ. അപ്പം അത് പക്ഷെ നമുക്കൊരു റിലീഫ് ആയിരിക്കും നമ്മൾ പറയണത്. ഹലോ, നമ്മൾ വിചാരിക്കണം നല്ലത് കേൾക്കാൻ. ആ
എന്നോടാണല്ലേ, ഞാൻ ചോദിച്ചു അവിടെ പറയാണ്. ഓക്കെ, നമുക്ക് വരാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് സമയം തരാം. ഞാൻ ഈ ഒരു 12 പോയിന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കാണ് ടൈം തരുന്നത്. നിങ്ങൾ പറയണം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ്. ഞാൻ പറയില്ലേ, നിന്നെക്കാൾ ഒരു 10 ഓണം കൂടുതൽ ഉണ്ടതാണ് ഞാൻ എന്ന് പറയില്ല, അതേ ഡയലോഗ് പറയണ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ 7 പറഞ്ഞു, 8 പറഞ്ഞു അല്ലേ? ദെൻ 10 പറയുന്നത് നിങ്ങളുടെ വാക്കുകളിൽ വ്യക്തത കള്ളം പുലർത്തുക. പറയരുത്, നിങ്ങൾ ഒരിക്കലും കള്ളം പറയാൻ പറയുന്ന മനസ്സിലായോ? കാര്യങ്ങളിൽ. ഹലോ, ജീവിതം പകർത്തി ഹലോ. ലവ് മാത്രമൊന്നല്ല അവർ പറയുന്നത്. ഓക്കെ, ഞാൻ തുടങ്ങട്ടെ. തുടങ്ങട്ടെ മീൻസ് കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പൊ റൂൾ നമ്പർ 10 ആണ്. എന്താണ് നമ്മൾ പ്രശ്നയാണോ നിയാസാണോ? സിയ ഒന്ന് നോട്ട് ചെയ്തേക്കിട്ടാ, എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. സിയ. ഓക്കെ, ദെൻ റൂൾ നമ്പർ 10 ആണ്. എന്ത്? നിങ്ങളുടെ വാക്കുകളിൽ വ്യക്തത പുലർത്തുക. നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്താ പറയുന്നതെന്ന് അപ്പുറത്തെ ആൾക്ക് മനസ്സിലാവും. ചിലർ ക്ലിയർ അല്ലാതെ എന്തെങ്കിലുമൊക്കെ വേർഡ്സ് യൂസ് ചെയ്ത് മറ്റുള്ള ഒരാൾക്ക്, ഇപ്പൊ ജെൻസിയുടെ സംസാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ശരിക്കും മനസ്സിലാവില്ല. അവർ പല വേർഡ്സും പല രീതിയിലാണ് ഉപയോഗിക്കുക. എന്നിട്ട് നമ്മൾ ചോദിക്കുക അങ്ങനെ പറഞ്ഞ എന്താ, ഇങ്ങനെ പറഞ്ഞാൽ എന്താന്ന് നമ്മൾ ചോദിക്കും. അവിടെ എന്താണ് വ്യക്തതയും, പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയും ക്ലിയർ ഉണ്ടായി കഴിഞ്ഞാൽ മറ്റേ അപ്പുറത്തുള്ള ആൾക്ക് മനസ്സിലാവും അല്ലെ? അപ്പൊ എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് അത് ആ പ്രോബ്ലം സോൾവ് ആയി കിട്ടും. നല്ല വ്യക്തമായ ആശയവിനിമയം നടത്തണം എന്നാണ് പറയുന്നത്. അതായത് അവ്യക്തത ആശയക്കുഴപ്പം ഉണ്ടാക്കും. അവ്യക്തമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ നമ്മൾ തന്നെ പറയും, നീ എന്താ പറയണേ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയല്ലോ. അതേപോലെ അവ്യക്തത ഇല്ലാതെ നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ ഓരോന്നും, ഇപ്പൊ ഒരു പ്രശ്നം, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, എനിക്ക് ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ ഓപ്പോസിറ്റുള്ള ആളോട് പറയാം. എനിക്ക് മാനസികമായിട്ട് എന്തോ ഭയങ്കര ഉറക്കമില്ല, അല്ലെങ്കിൽ എനിക്ക് എപ്പോൾ ഇരിക്കുമ്പോഴും ഒരു വിഷമാണ്, എന്താന്ന് അറിയണില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റുള്ള ആരോട് പറയാം. അപ്പൊ നമ്മൾ പറയില്ലേ, ഈ ലേഡീസിന് പീരിയഡ്സ് ഒക്കെ വരുമ്പോൾ മൂഡ് സ്വിങ്സ് ആണ്. അവര് ചെറിയ പ്രശ്നത്തിന് വരെ അവരെന്ത് ചെയ്യും, ഭയങ്കര ഷൗട്ട് ചെയ്യുന്നൊക്കെ. അപ്പം ഹസ്ബൻഡോ കൂടെയുള്ള ആരാണ് അവരോട് പറയാം, എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ, ഈ ഡേറ്റ് ആയിട്ടുണ്ട്, ഇങ്ങനെയാണ്, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വയറുവേദന ഉണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യാം, എനിക്ക് ഇത്തിരി സമാധാനം തരണം, അല്ലെങ്കിൽ ഇത്തിരി റെസ്റ്റ് തരണം. എനിക്ക് കുറച്ച് കാര്യങ്ങള് ചിലപ്പോൾ നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ പൊട്ടിത്തെറിക്കും, ഫിസിക്കലി മെന്റലി ഒക്കെ ഞാൻ ഓക്കെ അല്ലാതെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആൾക്കും അപ്പുറത്തുള്ള ആൾക്ക് മനസ്സിലാവും അല്ലേ? മലയാളം അല്ലേ പറയണേ? ആ സമയം അയാൾ അത് മനസ്സിലാക്കണം. ഇത് എനിക്ക് കുറെ കാലമായിട്ട് ഉണ്ടാവണല്ലേ, എന്നിട്ട് അത് എന്നെ കുറിച്ചൊരു ബോധവും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കരുത്. എന്താണോ നമുക്ക് വേണ്ടത്, ഒരു ഗ്ലാസ് വെള്ളം വേണം എന്നുണ്ടെങ്കിൽ വെള്ളം വേണം, ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലല്ലേ അത് കിട്ടുള്ളൂ. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്കിടെ ഉള്ളിൽ എന്താണോ അത് നമ്മൾ വ്യക്തമായിട്ട് ഓപ്പോസിറ്റുള്ള ആളോട് പറയേണ്ട ആളോട് പറയണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് റൂൾ നമ്പർ 10 ആണ് പറഞ്ഞത് അല്ലെ? ഒരു പ്രശ്നത്തെ വ്യക്തമായിട്ട് നിർവചിക്കുക. നമ്മുടെ പ്രശ്നം എന്താണോ അതിനെ വ്യക്തമായിട്ട് ഓപ്പോസിറ്റുള്ള ആൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതിന് പരിഹാരം കാണാൻ അപ്പൊ ഈസിയാണ് എന്നാണ് പറയുന്നത്. ദെൻ 12 ആണ് പറയാൻ പോണത്, ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ആസ്വദിക്കുക. ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം, നമ്മൾ അതൊക്കെ മറന്നു പോകും അല്ലെ? നമ്മൾ ആഗ്രഹിച്ച പലതും നേടിയിട്ടുണ്ടാവും, നമ്മൾ ആഗ്രഹിച്ച പോലെ പഠിച്ചിട്ടുണ്ടാവാം, നമുക്ക് നല്ല കുട്ടികൾ, നമ്മൾ ആഗ്രഹിച്ച പോലെ ഭർത്താവ്, നമ്മൾ ആഗ്രഹിച്ച പോലെ വീട്, നമ്മൾ ആഗ്രഹിച്ചതുപോലെ മക്കളെ നല്ല സ്കൂളിൽ ചേർത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു മോർണിംഗ് മെഡിറ്റേഷൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ എത്ര ഒരു പുറത്തു പോയി ഒരു ഒന്ന് നടന്ന് കുറച്ച് ദൂരം നടന്ന് നമുക്ക് വേണ്ടി നടന്ന് ആ 10 മിനിറ്റോ 15 മിനിറ്റോ നല്ല രീതിയിൽ ബ്രീത്ത് എടുത്ത് നമുക്ക് എന്താ പറയാ എൻവയോൺമെന്റ്, ഒരു നല്ല മഴവില്ല് നമ്മൾ കണ്ടു നടക്കണതിന്റെ ഇടയിൽ, ഇതൊക്കെ ഒരു സന്തോഷമാണ് അല്ലെ? മഴവില്ല് നമ്മുടെ ആകാശത്ത് ജസ്റ്റ് ഇങ്ങനെ വെറുതെ നോക്കുമ്പോഴാണ് ഈ മഴവില്ല് കാണുന്നത്. ഇതൊക്കെ എന്ത് ചെയ്യാം, ആസ്വദിക്കാം. ഇതൊക്കെ ആസ്വദിക്കാനല്ല, അല്ലെങ്കിൽ പുറത്തു പോയിട്ട് ഒരു ചായ കുടിക്കുന്നതോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടം. നമ്മുടെ ഗാർഡനിൽ നമ്മൾ ആഗ്രഹിച്ച് വാങ്ങി വെച്ച ഒരു പൂ വിരിഞ്ഞു, ഒരു റെഡ് റോസ് വിരിഞ്ഞു, അത് കണ്ടാലും അതൊന്ന് ആസ്വദിക്കുക. അതൊന്ന് പോയി ഹായ്, എന്റെ പൂ വിരിഞ്ഞു, നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല കളറ്, എന്താ കളറ്, കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് അതൊന്ന്
ആസ്വദിക്കാം. മനസ്സിലായോ? ആസ്വാദനം എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിലും അത് ആസ്വദിച്ച് കുടിക്കാൻ കഴിയണം. അപ്പൊ നമ്മൾ ഈ ഒരു പ്രസന്റ് ലൈഫിലായിരിക്കും. പൊതുവെ എല്ലാവരും എന്താണ് ചെയ്യണേ, എപ്പോഴും പാസ്റ്റിലെ കഷ്ടതകളും അന്ന് അങ്ങനെയായിരുന്നു ഇന്ന് ഇങ്ങനെയായിരുന്നു, ഇപ്പൊ എന്തെങ്കിലും ഒരു കള്ളം കേസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കള്ളം വന്നതും പണ്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയൊക്കെ പറയുന്നുള്ളൂ. അതേപോലെ തന്നെ എനിക്ക് ഒരു പ്രയാസം പറഞ്ഞാലും, ഓ ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ടല്ലോ, ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ കഷ്ടപ്പെട്ട പോലെയൊന്നും നിങ്ങളൊന്നും ആയിട്ടില്ല, നിങ്ങൾക്കൊക്കെ സുഖല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ ഇങ്ങോട്ട് വരൂലേ. അവരെ കഷ്ടപ്പാട് മൊത്തം നമ്മളോ എന്തോ ഒരു ഇതിലിരിക്കായിരിക്കും, അപ്പൊ നമ്മളോട് വന്ന് പറയും. അങ്ങനെ ആവാതിരിക്കുക. എന്തൊരു ചെറിയ കാര്യമാണെങ്കിലും അത് എഴുതി വെക്കുക. നിങ്ങളൊരു അച്ചീവ്മെന്റ് ബുക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ഹാപ്പിനെസ് ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകും അല്ലെ. ഇപ്പൊ ഇവിടെ അടുത്താണ് കടമക്കുടി എന്ന് പറയും, ഞങ്ങൾ തൊട്ടടുത്താണ്, അതേ ഒരു 1-2 കിലോമീറ്റർ. പക്ഷെ ഇതുവരെ എനിക്ക് 10-11 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ഒരു ഇതില് ഞങ്ങള് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടാണ് പോയത്. അതെ, അതിന്റെ ടീംസ് വന്നപ്പോ നമുക്ക് അവിടെ പോവാം, അവിടെ നല്ല ലൊക്കേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇവിടെ പോയി കാണാൻ, ഇത്ര അടുത്താണല്ലോ, ഫോട്ടോസൊക്കെ കാണുമ്പോൾ. അത് അറിയാതെ പെട്ടെന്നൊരു നിമിഷം അവിടെ അതിന്റെ ആവശ്യത്തിന് പോകേണ്ടി വന്നു. അപ്പൊ അതൊക്കെ ഞാൻ അത്രയും ആസ്വദിച്ച് അവിടെയൊക്കെ ആസ്വദിച്ച് കണ്ട്, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണല്ലോ. ഞാൻ ഹസ്ബൻഡിനോട് പറയുകയും ചെയ്തു, നമ്മൾ ഒന്നിച്ച് പോകണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടു. പുള്ളിയും കണ്ടിട്ടുണ്ട്, പക്ഷെ പുള്ളിയും ഞങ്ങൾ ഒന്നിച്ച് പോണം പോണം എന്ന് പറഞ്ഞ് ഇതുവരെ നടന്നിട്ടില്ല. ചില കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കാം. അപ്പൊ അതും നമ്മൾ എല്ലാ നിമിഷവും ആസ്വദിക്കുക. ഇപ്പൊ കിട്ടിയത്, അന്ന് കാണാൻ പറ്റിയത്, അത് നിങ്ങളുടെ ലൈഫിലും അങ്ങനെ ഉണ്ടാവുക. നിങ്ങൾ ആഗ്രഹിച്ച് പ്രതീക്ഷിക്കാത്തൊരു നിമിഷത്തില് നിങ്ങളത് നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടാവും. ഒരു കാര്യമാണെങ്കിലും എന്താണെങ്കിലും, മെറ്റീരിയലിസ്റ്റിക് ആണോ, അതല്ല ഒരു സ്ഥലം കാണാൻ പോലാണോ, ജസ്റ്റ് തൊട്ട ഒരു ഫ്രണ്ടിനെ കാണലാണോ, അങ്ങനെ എന്തോ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യമൊക്കെ, അതൊക്കെ നിങ്ങൾ ആസ്വദിക്കാൻ പഠിക്കാം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ 11 നേരത്തെ പറഞ്ഞു അല്ലെ. വെല്ലുവിളികളെ നേരിടലാണ്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഉം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഒരു 12 റൂൾസ് ആണ് കിട്ടിയത്. 12 റൂൾസ് ഓർഡറിലായിരിക്കില്ല. നിങ്ങൾക്ക് അപ്പൊ ഇത് ഓർഡറിലാക്കി വേണമെങ്കിൽ എഴുതായിരുന്നു. 1 2 3 4 എന്ന് നമ്പർ ഇട്ടിട്ട് ഓർഡറിലാക്കിയിട്ട് എഴുതാം. അതല്ല, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് മറ്റുള്ളവർക്ക്, ഇപ്പൊ കുട്ടികളെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, അങ്ങനെ വേർതിരിച്ചാണ് നമുക്കിത് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഫീഡ്ബാക്ക് തരാം. എന്താണ് ആരോട് സംസാരിക്കണ്ടായിരുന്നു, അപ്പൊ ഇവിടുന്ന് എനിക്ക് ക്ലിയർ ആയില്ല, നമ്മൾ പറയില്ല ആശയവിനിമയത്തിൽ ഒരു വ്യക്തത വേണമെന്ന്. അത് ഇവിടുന്ന് എന്നോടാണോ അവിടെയാണോ എന്ന് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ. ടെസ്റ്റ് ഓഫ് ഗോഡ്, അത് ആരാണ്? ഇക്ബാൽ എന്താ അങ്ങനെ എഴുതിയിരിക്കുന്നത്? ഇക്ബാൽ ഉണ്ടോ ഇവിടെ? അവിടെ ഉണ്ട്. എന്താ മനസ്സിലായില്ല? എല്ലാ ചെറിയ ബുദ്ധിമുട്ടുകളും ചെറിയ ദൈവത്തിന് ചെറിയ പരീക്ഷണങ്ങളായിരിക്കുന്നു. ഓക്കെ. അത് നമ്മൾ ആ ഒരു സ്റ്റേജിൽ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഇത് കൊടുക്കുമ്പോൾ ആൾ എന്താണ് ഇതിന് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഞാൻ പറയാറുണ്ട്, നമുക്ക് എല്ലാം ഒരു ടെസ്റ്റ് പേപ്പർ ആണെന്ന് പറയും. കറക്റ്റ് ആണ്. അതിന് നമ്മൾ പാസ്സാവണം, നമ്മൾ അതിൽ തളർന്നു പോകരുത്, അത്രേ ഉള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? റാഹിബ് താങ്ക് യു, ജോസഫ് സർ താങ്ക് യു, വീഡിയോ മോഡിൽ വന്നവരാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? 12 റൂൾസ് നിങ്ങൾക്ക് കിട്ടിയോ? ഇനി റിപ്പീറ്റേഷൻ ഒന്നും വേണ്ടല്ലോ. താങ്ക് യു. 7th ഒന്നുകൂടി പറയാമോ? 7th പറയാലോ. ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, നിങ്ങള് ഒന്നും എളുപ്പമല്ല. പ്രഷർ വാട്ട് മീൻസ്, അതായത് ഒന്നും എളുപ്പമല്ല, നമ്മുടെ ലൈഫ് ഈസി അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു കാര്യം നമുക്ക് ഈസി ആയിരിക്കില്ല. നമ്മൾ ഈസി ആക്കിയ കുറുക്ക് വഴികൾ തേടിയാൽ ഇങ്ങനെയാണ്. അത് എളുപ്പമല്ല, അർത്ഥവത്തായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. അതിന് ഫുള്ളായിട്ടുള്ള മീനിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ തൽക്ഷണം ചെറിയ ചെറിയ സന്തോഷങ്ങളെ പുറകെ പോകുമ്പോൾ നമുക്ക് ദീർഘകാലം നഷ്ടം ഉണ്ടാവും. ഇപ്പോൾ സിസർ വലിക്കുന്ന ആൾക്ക് ക്യാൻസർ വരുന്നു, അതല്ലെങ്കിൽ മയക്കുമരുന്ന് യൂസ് ചെയ്യുന്ന ആളുകൾ മാനസിക രോഗികളായിട്ട് അഡിക്റ്റ്. അപ്പൊ അവര് ചെറിയ സുഖം, താൽക്കാലിക സുഖത്തിന്റെ പുറകെ പോവാണ് അല്ലെ. അപ്പോ അവർക്ക് എന്ത് സംഭവിക്കുന്നു? അവരുടെ ലൈഫേ സ്പോയിൽ ആയി പോകുന്നു. അപ്പൊ അതാണ്, ഒന്നും എളുപ്പമല്ല, ഒന്നും ഈസി അല്ല. നിങ്ങൾ മീനിങ് ഫുൾ ലൈഫ് തിരഞ്ഞെടുക്കുക. പറയാൻ മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ. മോർ എഫിഷ്യൻ്റ്ലി.
അനീത എന്താ പറഞ്ഞ? താങ്ക് യു മാം. ഓക്കെ, എനിക്ക് മനസ്സിലായില്ല. മറ്റേ സ്പേസ് ഇല്ലാത്തോണ്ടേ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ചലഞ്ചസ് വരുന്നു. ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ഓരോരുത്തരും ഡിഫറെന്റ് അല്ലേ. എനിക്കുള്ള ചലഞ്ചസ് അല്ലായിരിക്കും നിങ്ങൾക്ക്. പക്ഷെ ഞാൻ നിങ്ങളുടെ ചലഞ്ച് പറയുമ്പോൾ, എന്റെ ചലഞ്ച് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ പറയാം, ഓ ഇതൊക്കെ നിസ്സാരല്ലേ, ഇതൊക്കെ ഒരു ചലഞ്ചാണ്, ഇതൊക്കെ ഒരു പ്രശ്നമാണോ എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ പെയിൻ എനിക്ക് വലുതാ, എന്റെ കയ്യിലെ കുഞ്ഞു മുറിവ് എനിക്ക് വലുതായിരിക്കും. മറ്റാളുടെ കാലം അവിടെ ഒടിഞ്ഞെടുക്കുന്നുണ്ടാവും, പക്ഷെ അതെനിക്ക് പ്രശ്നമായിരിക്കില്ല ചിലപ്പോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാ, ഒരാൾ പറയുമ്പോൾ അയാൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക, അയാൾ പറയണത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. കാരണം അയാൾക്ക് അത് വലുതാണ്. അയാൾ ചെറിയൊരു കുഞ്ഞു വിഷമായിരിക്കും, മറ്റൊരാൾ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ചിലപ്പോൾ ഒരു ബാഡ് വേർഡ് യൂസ് ചെയ്തു അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്തു, മറ്റുള്ളവന് മുമ്പ് വെച്ച് കളിയാക്കി, ഇതൊക്കെ ആയിരിക്കും പറയാൻ പറ്റും. നമുക്ക് അത് നമ്മുടെ മൈൻഡ് വേറെ ആയിരിക്കും. മീൻസ് നമ്മൾ ആ ഒരു കോൺഷ്യസ് ലെവൽ പഠിച്ചല്ലോ, നമ്മൾ ചിലപ്പോൾ ഹൈ കോൺഷ്യസ് ലെവലിലായിരിക്കും ഇരിക്കുന്നത്. ഇയാൾ ഇവിടെ ഇരിക്കുന്ന ആൾ ഗിൽറ്റ് ഫീലിലായിരിക്കും. അത് ആളെ മനസ്സിലാക്കുക, ആളെ കേൾക്കുക. ലിസണിങ് നമ്മൾ പറഞ്ഞല്ലോ, അത്രേ ഉള്ളൂ. അപ്പൊ അതുപോലെ ഒരു നല്ലൊരു പുഞ്ചിരി മറ്റുള്ളവർക്ക് എപ്പോഴും നമ്മൾ ഏതൊരു സമയത്തും ചിരിക്കാൻ നോക്കുക. നമ്മള് പിന്നെ പെട്രോൾ പമ്പിൽ പോയി പിന്നെ ഇതടിക്കും അല്ലെ, നമ്മൾ അവരെയൊന്നും മൈൻഡ് ചെയ്യില്ല. കാശ് കൊടുക്കുന്നു, നമ്മൾ വലിയ ആൾക്കാരാന്നുള്ളത്, നമ്മൾ താങ്ക്സ്, അവരടിച്ചു തന്നു, അവരുള്ളതുകൊണ്ട് വേഗം നമുക്ക് അടിച്ച് നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ പറ്റി. എല്ലാവരോടും താങ്ക് യു പറയാൻ പറ്റും. എന്തൊരു കാര്യത്തിനോടും, നമ്മൾ സെൽഫിനോടാണെങ്കിലും ഒക്കെ നമ്മൾ പറയുക താങ്ക് യു. അതേപോലെ നല്ലൊരു സംസാരം, നല്ലൊരു നോളജ് ആരെങ്കിലും പകർന്നു തന്നു, ഒരു മോട്ടിവേറ്റ് ചെയ്തു നമ്മളെ. ഇപ്പൊ നമ്മൾ പറയണ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര എനർജി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് സംസാരിച്ചിരുന്നപ്പോ. അതുകൊണ്ട് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പോവാ. മനസ്സിലായോ? യെസ്, താങ്ക് യു മാം, താങ്ക് യു. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കുക. നമുക്ക് പല റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെതായ റെസ്പോൺസിബിലിറ്റി ഉള്ളതുപോലെ ബാക്കി 24 പേർക്കും നിങ്ങളുടേതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് ഏറ്റെടുക്കുക. അല്ലെങ്കിൽ അത് കഷ്ടപ്പെട്ടോ, അയ്യോ എൻ്റെ ഒരു കഷ്ടകാലം, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണ്ടേ, ഈ ഡയലോഗ് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ലൈഫ് എന്താണോ അത് നല്ല ആത്മവിശ്വാസത്തോടു കൂടെ നിങ്ങൾ നേരിടുക, അത്രേ ഉള്ളൂ. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഡെയിലി നിങ്ങൾ പുരോഗമി. ഇന്നിപ്പോ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് ഇന്ന് എന്ത് പുരോഗതി നിങ്ങളുടെ ലൈഫിൽ, ഇന്നലെ പഠിച്ചതല്ലാതെ ഒരു നോളജ്, ഒരു വേർഡോ, പുതിയ വേർഡോ, ഇംഗ്ലീഷിലെയോ മലയാളത്തിൽ പിന്നെ അറബിയിലെയൊക്കെ പുതിയ വേർഡുകൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? ട്രൈ ചെയ്യാം. പുതിയൊരു ബുക്ക് വാങ്ങി വായിക്കാൻ പറ്റുമോ? ട്രൈ ചെയ്യാം. പുതിയ എന്തെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യണോ? ട്രൈ ചെയ്യാം. ചെയ്ത് നോക്കുക, ശ്രമിക്കാം. ഓക്കെ. ലക്ഷ്യബോധം ഇല്ലാതെ, വിഷൻ ഇല്ലാതെ നടന്ന ദിശയില്ലാതെ, നമ്മൾ ഗൂഗിൾ മാപ്പിൽ എവിടെയും സ്ഥലം ഇട്ട് കൊടുക്കാതിരുന്നു കഴിഞ്ഞാല് ഗൂഗിൾ മാപ്പ് നമ്മൾ എങ്ങടെയെങ്കിലും കൊണ്ടുപോകുമോ? ഇല്ലല്ലോ. നമുക്ക് കറക്റ്റ് കാലിക്കറ്റ് പോകണം എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് ഇന്ന ഓഡിറ്റോറിയാണ്, വുഡീസ് ഹോട്ടലാണ്, ആ ഹോട്ടലിന്റെ ലൊക്കേഷനാണ് ഇട്ട് കൊടുക്കണമെങ്കിൽ കറക്റ്റ് നമ്മൾ അവിടെ എത്തിക്കും അല്ലെ, വേറെ ഇതൊന്നും ഇല്ലാണ്ട്. അതേപോലെ നമ്മൾ നമ്മുടെ ഇതിൽ ബ്രെയിനിൽ ഒരു ലൊക്കേഷൻ ഇട്ട് കൊടുക്കുക, 5 വർഷം കഴിഞ്ഞാൽ എനിക്ക് ഇന്ന പൊസിഷനിലാണ് എത്തേണ്ടത്. ആ ഒരു പൊസിഷനിലേക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കാം. അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും കൊണ്ടുപോകും. ഗ്രാറ്റിറ്റ്യൂഡ് ഏതൊരു സമയത്തും. ഇപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ താങ്ക് ഗോഡ് എന്നല്ല, എന്താണോ ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞു, താങ്ക് ഗോഡ്, നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്യാൻ കഴിഞ്ഞു, ആ സമയം അത് നെറ്റ് വൈഫൈ കട്ടായില്ല, കറണ്ട് പോയില്ല, ഒന്നും പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ നിങ്ങളായിട്ട് ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞു അല്ലേ, താങ്ക് ഗോഡ് പറയാം. പറഞ്ഞൂടെ? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റി, നിങ്ങൾക്ക് വേറെ തിരക്കുകളൊന്നും ഇല്ലാണ്ട് കേൾക്കാൻ പറ്റി. അവിടെ എന്തെങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ നിങ്ങളുടെ കറണ്ട് പോയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ തീർന്നോ? ഇല്ല, ഒന്നും ഉണ്ടായില്ല, താങ്ക് ഗോഡ്. അത് എടുത്തെടുത്ത് പറയാം, കുഞ്ഞു കാര്യങ്ങൾ നമുക്ക്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ നന്ദി എപ്പോഴും ഉണ്ടായിരിക്കുക കേട്ടോ. അത് ഏറ്റവും ഒരു നല്ല കാര്യമാണ്. പരാതികളും പരിഭവങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ കളഞ്ഞാൽ തന്നെ ലൈഫ് ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമ്മൾ എന്തെങ്കിലും നമ്മളോട് തിരുത്താൻ ഒരാൾ പറയുകയാണെങ്കിലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുക. നിന്റെ ക്യാരക്ടറിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ, നീ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാം, മാറ്റാൻ ഞാൻ ട്രൈ ചെയ്യാം. നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം നമ്മൾ ഏറ്റെടുക്കുക, റെസ്പോൺസിബിലിറ്റി, സത്യസന്ധമായിട്ട് ജീവിക്കുക, ദിവസേന നമ്മളൊരു ശതമാനെങ്കിലും പ്രോഗ്രസ് ഉണ്ടാക്കുക. ഇതൊക്കെയാണ്. ഇത് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ സമാധാനം, സന്തോഷമൊക്കെ ഓൾറെഡി വരും. ഓക്കെ. ഇപ്പൊ ഒരുവിധം എല്ലാവരും മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. 12 റൂളാണെങ്കിലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഓക്കെ, ആർക്കെങ്കിലും ഷെയർ ചെയ്യാം, എന്തെങ്കിലും കൂടുതൽ ഷെയർ ചെയ്യാണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സമയമുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് തിരക്കുകളൊന്നുമില്ല. ഓക്കെ, ജോസഫ് താങ്ക് യു, സിന്ധു താങ്ക് യു, രതി താങ്ക് യു, റാഹിബ്. ഓക്കെ, എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടോ? എന്താണ് ഈ ഒരു സെഷനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാം, എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ? ഞാനിങ്ങനെ നിങ്ങൾക്ക് സെഷൻ ആരാ മാഡം
പറഞ്ഞു. ഏഴാം നമ്പർ റൂൾ പ്രകാരം നമുക്ക് ഇങ്ങനെയും കൂടെ വ്യാഖ്യാനിച്ചുകൂടെ? നമ്മുടെ സ്ഥിരമായ വിജയം വളരെ സാവധാനത്തിൽ മാത്രമേ ഉണ്ടാവൂ. അതെ, കഷ്ടപ്പാടുകൾ ഉണ്ടാവും. അല്ല നമുക്ക് സ്ഥിരമായിട്ടൊരു ഗോളിലെത്താൻ വേണ്ടി വളരെ സ്റ്റെപ്പായിട്ട് ആ ഗോളിലേക്ക് എത്താൻ കഴിയും എന്നുള്ള ഷോർട്ട് നമുക്ക് കട്ട് ക്ഷമയും യൂസ് കാര്യങ്ങളും വേണം. അതന്നെ ഇപ്പൊ ഞാൻ പറയാം, എക്സാമിന് എനിക്ക് പഠിച്ച് പരീക്ഷ എഴുതാം. പിന്നെ എങ്ങനെ എഴുതാം? വേറൊരു മാർഗം ഷോർട്ട് കട്ട് പറഞ്ഞു. ഷോർട്ട് കട്ട് അതായത് ഇപ്പൊ നമുക്ക് നീറ്റ് ഒക്കെ എക്സാം പഠിക്കാനെല്ലാം പോയിട്ട് എഴുതാം. ക്യാൻസൽ ചെയ്തു അല്ലെ? നീറ്റ് എക്സാം എന്തുകൊണ്ടാണ് ക്യാൻസൽ ചെയ്തേ? അവിടെ അവർ കുറുക്കു വഴികൾ നേടി പലരും. അതായത് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കിട്ടി, അവിടേക്ക് പലർക്കും കിട്ടി, കാശൊക്കെ കൊടുത്തപ്പോ കിട്ടി. ഇതൊരു ഷോർട്ട് കട്ടാ. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? ആ എക്സാമേ അവിടെ ഇത് ചെയ്ത് ഇല്ലേ? അത് എക്സാം അവിടെ ഇനി ഈ എഴുതിയവരൊക്കെ വീണ്ടും എഴുതും. നന്നായി പഠിച്ചവർക്കും ഇതൊരു പരീക്ഷണായി പോയി അല്ലേ? അതേപോലെ നമ്മൾ ഷോർട്ട് കട്ട് എടുത്തു കഴിഞ്ഞാല് ചിലപ്പോ തൽക്കാലം ചിലപ്പോ ഇത് അറിഞ്ഞില്ലെങ്കിൽ ഇവരൊക്കെ പാസ്സായി നല്ല നീറ്റ് അവർ ആഗ്രഹിച്ച പോലെ ഒരു ജോയിൻ ആവുമായിരിക്കും നെക്സ്റ്റ് സ്റ്റേജ്. പക്ഷെ അതിന് കൂട്ടുന്നില്ലല്ലോ. സത്യം എപ്പോഴാണെങ്കിലും പുറത്തു വരും എന്ന് പറഞ്ഞ പോലെ സത്യം പുറത്തു വന്നു. ഓക്കെ, എല്ലാരും കുടുങ്ങി. അങ്ങനെയാണ് നമ്മുടെ ലൈഫിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉടായ്പ് കാണിക്കുമ്പോൾ നമ്മൾ പെട്ടുപോകും. പിന്നെ പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. അത്രേ ഉള്ളൂ. മീനിങ്ഫുൾ ആയിട്ട് ജീവിക്കാൻ സത്യസന്ധത ഉണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ ഗിൽറ്റ് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ഒരാളെയും പേടിക്കണ്ട. ഞാൻ പറയും, ഒരാളെയും പേടിക്കണ്ട. നമ്മൾ ദൈവത്തെ പേടിച്ചാണ് കാര്യങ്ങൾ. അതായത് പേടിച്ച് മീൻസ് നമ്മളെ മനസാക്ഷിയോട് നമ്മൾ പറയണം ഞാൻ ചെയ്യുന്നത് 100% എനിക്ക് ശരിയാണ് എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ അവിടെ എന്ത് പറഞ്ഞാലും നമുക്കത് പ്രോബ്ലം ഇല്ല. ആ സമയം ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് തന്നെ ബോധ്യമുണ്ട്. എന്നിട്ട് അത് ഞാൻ ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഇരുന്ന് പറയാം വേണ്ടിയിരുന്നില്ല, പറയേണ്ടിയിരുന്നില്ല, ചെയ്യേണ്ടിയിരുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അത് തിരുത്താൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ എന്റെ ലൈഫ് ഫുള്ളി ഗിൽറ്റ് ഫീൽ തന്നെ ആയിരിക്കും. ഒന്ന് റിക്കവർ ആവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഞാൻ. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഹാപ്പി അല്ലേ? നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നത് സന്തോഷവും സമാധാനമൊക്കെയുള്ള ഒരു ലൈഫാണ് അല്ലേ? ഓക്കെ, ആ ഒരു ബുക്ക് അത് ഇതിപ്പോ ഞാൻ പറഞ്ഞ പോലെ ആവില്ല നിങ്ങൾ ആ ബുക്ക് വായിക്കുമ്പോൾ. അത് ഇംഗ്ലീഷിലുള്ള ഒരു ബുക്കാണ്, അതിന്റെ ട്രാൻസ്ലേഷൻ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ബുക്കിന്റെ മലയാളം കിട്ടും. അത് നിങ്ങൾക്ക് യൂട്യൂബില് റിവ്യൂസോ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് ഒന്നും കൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് അതിനേക്കാൾ ചിലപ്പോൾ ബുക്കിന്റെ വരികൾക്കിടയിലൂടെ വായിക്കാന്ന് പറയും. ഞാൻ വായിച്ച പോലെ ആവില്ല ചിലപ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് അത് വായിക്കാം കേട്ടോ. ബുക്ക് ജോർദാൻ പീറ്റേഴ്സ് ആണ് ബുക്കിന്റെ ഓതറ പേര്. ബുക്കിന്റെ പേര് 12 റൂൾസ് ഫോർ ലൈഫ്. ഞാൻ പറയാൻ വന്നത്, ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് ഞാനും ടോപ്പിക്ക് എടുക്കണം, സജസ്റ്റ് ചെയ്യൂല, നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക് എടുക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെ സെഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും എന്ത് കൊടുക്കും എന്ന് ആലോചിക്കും. അപ്പൊ വെറൈറ്റി കൊടുക്കുമല്ലോ, നിങ്ങൾ ഡെയിലി കേൾക്കണതല്ലേ. അപ്പൊ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാട്ടോ എന്തെങ്കിലുമൊക്കെ നെക്സ്റ്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ. ഇനി ഞാൻ എടുക്കുമ്പോൾ ഇന്ന ടോപ്പിക് എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. എനിക്ക് മെസ്സേജ് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ പറയാം. അപ്പൊ എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ അത് പ്രിപ്പയർ ചെയ്ത് സംസാരിക്കും. ഓക്കെ, താങ്ക് യു. ഈ സീക്രട്ട് എന്നുള്ള ബുക്കില്ലേ, മലയാളം ബുക്ക്, അതിനെപ്പറ്റി കുറച്ച് വിശദമായിട്ട് പറഞ്ഞാൽ നന്നായി. കേട്ടില്ല. ദി സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ടല്ലോ മലയാളത്തിന്റെ, സീക്രട്ട്. അതിനെപ്പറ്റി ടീച്ചർ ക്ലാസ് എടുത്താൽ നന്നായി. ഓക്കെ, ചെയ്യാം. ഞാൻ മാനിഫെസ്റ്റേഷനെ കുറിച്ച് എടുത്തിരുന്നു. ഫസ്റ്റ് സെഷൻ എന്റെ മാനിഫെസ്റ്റേഷൻ ആയിരുന്നു. എന്റെ ഇഷ്ടപ്പെട്ട ടോപ്പിക്കുമാണ്. ഞാൻ മിറാക്കിൾ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഞാൻ എഴുതുന്നുണ്ട്. അപ്പം മീൻസ് ഒരു ഗൈഡ് പോലെയാണ്. അതായത് മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ് അതിൽ കൂടുതൽ പറയുന്നത്. അത് ഞാൻ നോക്കാം. സീക്രട്ട് ബുക്ക് ഞാൻ വായിച്ചതാണ്. ഓക്കെ. പിന്നെ വേറൊരു പുസ്തകമുണ്ട്, ആ തവളയെ തിന്നു എന്ന് പറഞ്ഞു. അതിനകത്തുള്ള മെയിനായിട്ട് പറയുന്നത് ആദ്യം നമ്മളെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നാണ്. ഈസിയുള്ള കാര്യങ്ങൾ, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മാറി ആ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നാണ്. അതിനെപ്പറ്റി വിശദമായിട്ട് ക്ലാസ് എടുത്താൽ നമ്മള് അതായത് ഈറ്റ് ആസ് എ ഫ്രോഗിനെ തിന്നല് ബുദ്ധിമുട്ടല്ലേ. അപ്പം ആ ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, ഓട്ടോമിക് ഹാബിറ്റ് ഒക്കെ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ചെറിയ ഡു ഇറ്റ് ടുഡേ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. നമ്മുടെ പ്രൊക്കാസിനേഷൻ ഒക്കെ മാറ്റാൻ പറ്റിയ ബുക്കാണ്. അപ്പൊ നമുക്ക് ടൈം കിട്ടുമ്പോൾ അതൊക്കെ വായിക്കാം. അപ്പൊ ഇന്ന് തീരുമാനിക്കുക ഏതെങ്കിലും ഒരു ബുക്കിന്റെ 10 പേജ് ഞാൻ വായിക്കുന്നു. ഒരു പുതിയ ഒരു പെർസെന്റേജ് ഇമ്പ്രൂവ്മെന്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിലോട്ട് എത്തിയില്ലേ? അപ്പൊ നിങ്ങളുടെ ഒന്ന് എഴുതി വെച്ചേക്കെ ഇന്ന് ഇമ്പ്രൂവ്മെന്റ് ഇന്നലെ വരെ നിങ്ങൾക്ക് ഇല്ലാത്ത നിങ്ങൾ എന്ത് ചെയ്യും? ആരെങ്കിലും ഗതിയൊക്കെ എന്ന് പറഞ്ഞ എന്ത് ചെയ്യും? ഇന്നലെ വരെ ഇല്ല നിങ്ങളുടെ ലൈഫിൽ. ആലോചിച്ചിട്ട് പറയും. ഏതെങ്കിലും പുതിയ കോഴ്സിന് ജോയിൻ ചെയ്യുമോ?
അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുക്ക് പുതിയത് വായിക്കുവോ? അത് യൂട്യൂബിൽ പോയിട്ട് റിവ്യൂസ് കേട്ടാലും മതി. നമ്മൾ ആഗ്രഹിച്ച ഒരു ബുക്കിന്റെ, വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബുക്കിന്റെ. ഓഡിയബിൾ അല്ലേ? ആ അതെ അതെ. പറ്റണത് പറഞ്ഞാൽ മതി, വെറുതെ എനിക്ക് എന്ത് പറയണ്ട, വാഗ്ദാനം പറഞ്ഞു. ഇപ്പൊ ഏതെങ്കിലും ഒരു ബുക്ക്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല 3-4 ബുക്ക് ഉണ്ട്, അതിൽ ഏതെങ്കിലും, ഇപ്പൊ ഞാൻ കുറെ ബുക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. അതിലെ ബുക്കിൽ ഏതെങ്കിലും ഒരു ബുക്കിന്റെ ഒരു 10 പേജ് അല്ലെങ്കിൽ ഒരു റിവ്യൂ കേൾക്കാൻ പറ്റുകയാണെങ്കിൽ, ഞാൻ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം പുസ്തകത്തിന്റെ പേര്. ഒരുപാട് നിങ്ങൾക്ക് സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ ഒരുപാടുണ്ട് കേട്ടോ. വായനകൾ ഇഷ്ടമുള്ളവർക്ക്, വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് അത് ഭയങ്കര ഈസി ആയിരിക്കും. ബുക്ക് വായിച്ച് തന്നെ നോളജ് ഇമ്പ്രൂവ് ചെയ്യാലോ, വേറെ എവിടെയും കാശ് ചെലവാക്കേണ്ട ആവശ്യമില്ല, ബുക്ക് നമുക്ക് കിട്ടും. ടേൺ യുവർ പാഷൻ ഇൻ ടു പ്രോഫിറ്റ്. സൈ മിസ്റ്റിക്കിന്റെ ടേൺ യുവർ പാഷൻ ഇൻ ടു പ്രോഫിറ്റ്. നിങ്ങളുടെ പാഷൻ എന്താണോ അത് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആക്കാനുള്ള. ഒന്നുകൂടെ പറഞ്ഞു മേഡം. ടേൺ യുവർ പാഷൻ. ടേൺ യുവർ പാഷൻ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത പാഷൻ ആയിരിക്കൂലേ? അപ്പം ആ ടേൺ യുവർ പാഷൻ ഇൻ ടു പ്രോഫിറ്റ്, അത് നിങ്ങൾക്ക് ഒരു വരുമാനമാക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്ന പോലെ എൻ്റെ ഒരു പാഷനാണ് സെഷൻ എടുക്കുക, ഈ രീതിയിൽ ആളുകൾക്ക് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇതൊക്കെ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതെന്റെ പാഷനുമാണ്, എനിക്ക് അതിൽ നിന്ന് പ്രോഫിറ്റും കിട്ടുന്നുണ്ട്. അതുപോലെ സൈ മിസ്റ്റിക്കിന്റെയാണ്, സൈ മിസ്റ്റിക് ആണ് ഓതർ. ZAIMISTIQ. അപ്പൊ ഇന്ന് നിങ്ങളൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു ബുക്കിന്റെ ഒരു റിവ്യൂ എങ്കിലും ഗൂഗിൾ, എല്ലാവരും നെറ്റ് ഉണ്ട്, ഫോൺ ഉണ്ട്, യൂട്യൂബ് ഉണ്ട് അല്ലെ, അതിലൊരു ഗൂഗിൾ റിവ്യൂ മലയാളം കിട്ടുമെന്ന് അടിച്ചു നോക്കാം. അതല്ലെങ്കിൽ ChatGPT-യോട് ചോദിച്ചാൽ മതി, ഇതിന്റെ മലയാളം സമ്മറി, ഈ ബുക്കിന്റെ പേര് കൊടുത്തിട്ട് പറയാം ബുക്കിന്റെ മലയാളം സമ്മറി വേണമെന്ന് പറയും, തരും ChatGPT. അപ്പൊ നിങ്ങൾക്ക് 1% ഇന്ന് ഇമ്പ്രൂവ് ആകാൻ പറ്റും. നിങ്ങളുടെ പാഷൻ നിങ്ങൾക്കേ അറിയുള്ളൂ, എനിക്കറിയില്ല, അറിയില്ലല്ലോ. ആ പാഷനെ നിങ്ങൾ എങ്ങനെ പ്രോഫിറ്റ് ആക്കാന്നുള്ളത് കുറച്ച് ഐഡിയാസ് കാര്യങ്ങളൊക്കെ വരും. ഒരുപാട് ബുക്ക് ഉണ്ട് കേട്ടോ. മാഡം അത് ഗ്രൂപ്പിൽ ഒരു 10 ബുക്കിന്റെ പേര് എഴുതിയിട്ട് കഴിഞ്ഞാൽ വളരെ ഉപകാരമായി. ഞാൻ ഒരു ഗ്രൂപ്പിലുള്ള സാവധാനം പഠിക്കാം. 10th ഗ്രൂപ്പിലുള്ള. നിങ്ങൾ മൈൻഡ് പവറിന്റെ ഗ്രൂപ്പിലുണ്ടോ? മൈൻഡ് പവർ 3 days മൈൻഡ് പവറിന്റെ വെബിനാർ ഗ്രൂപ്പില്ലേ, അതിലുണ്ടോ? ഇത് എന്റെ സ്കെയിലുകളെ കാണുന്നുണ്ട് ഇതിന്. സ്കെയിലർ 10 ഏതിലാ? സ്കെയിലർ 10 വരുന്നുണ്ട്, എന്റെ 10 ഫോറും വരുന്നുണ്ട്. 10-ൽ ഞാൻ ഉണ്ട് തോന്നുന്നു. സ്കെയിലറിന്റെ 10ന്റെ ഗ്രൂപ്പിൽ മാത്രമേ ഞാനുള്ളൂ. ബാക്കി ഞാൻ 3 daysലാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ അത് ചെയ്തുതരാം. എനിക്ക് ഇഷ്ടപ്പെട്ട ബുക്കുകൾ ഈ പറഞ്ഞ പോലെ സീക്രട്ട് നല്ല ബുക്കാണ്, ഗെറ്റ് റിച്ച് നൗ, അതേപോലെ ഒട്ടോമിക് ഹാബിറ്റ്. പിന്നെ നമ്മുടെ ഷാഫി സാറ ഒരു ബുക്ക് ഉണ്ട്, വിജയത്തിലേക്കുള്ള 45 പടവുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഉണ്ട്, നല്ല ബുക്കാണ്. അതില് ആള് ബൈബിൾ ഗീത ഉണ്ടോ, കയ്യിലുണ്ടോ? അത് നമുക്ക് EFTയുടെ കോഴ്സ് ചേർന്നപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതിലെല്ലാ ഇതിലും പഠിച്ച് ഒരുപാട് പേര് മഹാത്മാക്കളുടെ ഒക്കെ കാര്യങ്ങൾ പഠിച്ച് അതിലത്തെ കോട്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളിലുണ്ട്, ഗീതയിലുണ്ട്, ഖുറാനിലുണ്ട്, ഒക്കെ വാക്കുകളൊക്കെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ബുക്കാണ്. പിന്നെ കോമ്പോണന്റ് ഇഫക്റ്റ്, നമ്മൾ ഈ പറഞ്ഞതാണ് കോമ്പോണന്റ് ഇഫക്റ്റ്. അത് ഈ പറഞ്ഞ പോലെ ദിവസം 1% എങ്കിലും നന്നാവാൻ ശ്രമിച്ചാൽ, ഇന്ന് 1% എന്ന് പറഞ്ഞാൽ വളരെ ഈസി അല്ലേ? പിന്നെ ഈ പറഞ്ഞ കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി അല്ലേ? അതേപോലെ നിങ്ങൾ ഡെയിലി ചെയ്യേണ്ടതെന്ന് വെച്ചോ, നിങ്ങൾ സ്വയം ഇന്ന് ഇത് ചെയ്തു, നാളെ ഞാൻ ഇന്നത് ചെയ്യുന്നു പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ 1 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ 365% നിങ്ങൾ എന്തായി ഇമ്പ്രൂവ്മെന്റ് വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അത് ട്രൈ ചെയ്യുക. അത് ആ ബുക്കാണ് ദ കോമ്പോണന്റ് ഇഫക്റ്റ്. ഓക്കെ, പുസ്തകങ്ങളൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ നമ്മളത് വായിച്ചാലും നമ്മുടെ ലൈഫിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. ലൈഫിൽ അത് പകർത്തുമ്പോഴാണ് എന്തറിവും, ഒരു അറിവും ചെറുതാണ്, പക്ഷെ ആ അറിഞ്ഞ അറിവ് നമ്മൾ കുഞ്ഞതാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മളത് പകർത്തണം, ജീവിതത്തിൽ പകർത്തണം. ഓക്കെ, അതിന്റെ ചെയ്യട്ടെ, വേറെ ഒന്നും ഇല്ലെങ്കിൽ. താങ്ക് യു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. താങ്ക് യു ഇബ്രാഹിം. യെസ്, എല്ലാവർക്കും ഞാൻ എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ, പക്ഷെ എന്നാലും നമുക്കൊരു ഓർമ്മ, എനിക്കും നിങ്ങൾക്കൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റാണ്,
ചെയ്യുന്നത് ഇത് തന്നെയാണ്. കുട്ടികളുടെ കാര്യത്തിലൊക്കെ എനിക്ക് തോന്നിയിട്ടോ, ഞാൻ ഈ പറഞ്ഞ പോലെ വെറുതെ അവരോട് പറയാം അങ്ങനെ ചെയ്യരുത്, അവിടെ പോകരുത്, അപ്പുറത്തെ വീട്ടിൽ പോകരുത്, അങ്ങനെ അങ്ങനെയൊക്കെ ഇരുന്ന് പറയും. അത് അവർക്ക് ഇഷ്ടമല്ല. അത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലോട്ട് മാറ്റാം, ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ച്. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവും ഇതിൽ 12-ല്. അപ്പം ഇപ്പൊ ഇക്ബാൽ സാർ ആണെങ്കിൽ 7-നെ കുറിച്ച് കൂടുതൽ പറയണ്ടായി. നിങ്ങൾക്ക് ചിന്തിച്ച് പല അർത്ഥങ്ങളും കണ്ടെത്താം. ഓക്കെ. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു ഇത്ര നേരം ഇരുന്നതിന്. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. Thank you, ma'am. Super topic. താങ്ക് യു മാം. Thank you. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാൻ. താങ്ക് യു. Thank you, ma'am.